അപ്പം നമ്മൾ റോമാലേഖന പഠനം തുടരുകയാണ്. റോമാലേഖനം ഇതുവരെ ഉള്ളത് എല്ലാവർക്കും ക്ലിയർ ആണോ? ഇതുവരെ ഉള്ളത് ജോയൽ ഇതുവരെ ഓക്കെ ആണോ? അത് ഞാൻ വിചാരിച്ചു നമ്മൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പോകുന്നത്. കഴിഞ്ഞ ദിവസം പക്ഷേ സില്ല ആരോടോ സംസാരിച്ചപ്പോൾ അവർ ഇത് കേട്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു. അതാണ് അല്ല, ബട്ട് സ്റ്റിൽ അപ്പോഴും ഞാൻ വിചാരിച്ചു ദൈവം അപ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് ആദ്യമായിട്ട് ഇപ്പൊ വലിയ പരിചയം യോജനത്തിൽ ഇല്ലാത്തവർക്ക് ഇച്ചിരി പ്രയാസമായിരിക്കും. ഞാൻ വിചാരിച്ചു നമ്മൾ അങ്ങനെ അതുകൊണ്ട് അത്രയും നമ്മൾ റൂട്ട് ലെവലിൽ പറയുന്നത് നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്കിടയിൽ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇതുവരെ നമ്മൾ പറഞ്ഞത് വളരെ സിമ്പിളാണ്. ഒറ്റ ആശയമേ പൗലോസിനുള്ളൂ. പൗലോസ് ഇതുവരെ ശ്രമിക്കുന്ന എന്ത് പറയാനാണ്? നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നീ ഇല്ലായിരുന്നു ആദ്യത്തെ 1-2 ആഴ്ച അല്ലേ ജൂബല്ലേ? ഞാൻ പറഞ്ഞത് മലയാളം മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇത് ഒന്നുമില്ല, സിമ്പിളാണ്. പൗലോസ് ആരായിരുന്നു? ഒരു അപ്പോസ്തലനായിരുന്നു. അപ്പോൾ പൗലോസ് റോമെന്ന് പറയുന്ന സ്ഥലത്ത് എന്തുണ്ടായിരുന്നു? ഒരു ചർച്ച് ഉണ്ടായിരുന്നു. ഇത്ര സിമ്പിളായിട്ട് ഞാൻ പറയുന്നത് ആർക്കെങ്കിലും കോണ്ടാക്ട്സ് ഇല്ലെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ റോമെന്ന് പറയുന്ന സ്ഥലത്ത് എന്തുണ്ടായിരുന്നു? ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു ചർച്ച അല്ലെങ്കിൽ സ്കാർബോയിൽ ഒരു ചർച്ച എന്ന് പറയുന്നത്, ഇപ്പോൾ റോമിലുള്ള ചർച്ചിന് പൗലോസ് എന്ത് ചെയ്യുക? ഒരു ലെറ്റർ എഴുതുക. അപ്പോൾ ലെറ്റർ എഴുതുമ്പം ആ ചർച്ചിനകത്ത് ആരൊക്കെയുണ്ട്? യഹൂദന്മാരുണ്ട്, ജാതികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അന്ന് മെയിനായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അങ്ങനെ 2 ആയിട്ടാണല്ലോ, ജ്യൂസും ജെൻറ്റൈൽസും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് പൗലോസ് എഴുതുമ്പം ഈ ലെറ്ററിൽ പൗലോസ് പറയുന്ന അടിസ്ഥാനപരമായ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: വിശ്വാസത്താലുള്ള നീതീകരണം, അതായത് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരും. എന്താ ചോദ്യം? എന്തിനാണ് ഈ നീതീകരണത്തിൻ്റെ ആവശ്യമെന്ന് ഒരു ചോദ്യം വരും. അത് പറയാനാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞതെല്ലാം പൗലോസ് എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുന്നത് എന്താണ്? നീതി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലാണ്. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പൗലോസ് അവിടെ പറയുന്നുണ്ട്. നമ്മളതൊക്കെ പഠിച്ചല്ലേ? അതെനിക്ക് പ്രസംഗിക്കുന്നതിന് എനിക്കെന്തില്ല? ലജ്ജയില്ല. അതെന്തുകൊണ്ടാണ് ലജ്ജയില്ലാത്തത്? അത് വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാകുന്നു. അതെന്തുകൊണ്ടാണ് ദൈവശക്തിയാകുന്നത്? അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നുണ്ട്. അപ്പോൾ സുവിശേഷത്തിൽ എന്ത് വെളിപ്പെടുന്നുണ്ട്? നീതി വെളിപ്പെടുന്നു. ഈ നീതിയാണ് പൗലോസ് 3-ാം അധ്യായത്തിൽ വരുമ്പോൾ എവിടെ കൊണ്ട് കണക്ട് ചെയ്യുന്നത്? നീതീകരണത്തിൽ ലഭിക്കുന്ന നീതി എവിടെ ഉണ്ട്? സുവിശേഷത്തിൽ ഉണ്ടെന്നാണ് പൗലോസ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ആ നീതി എനിക്കെന്തിനാണെന്ന് ചോദിച്ചാൽ ആ നീതി നമുക്ക് എന്തിനാണ് ആവശ്യമെന്നുള്ളതാണ് ഈ പറയുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം പൗലോസ് പറയുന്നത്. അപ്പോൾ അതിൽ പല കാറ്റഗറിയിൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. എല്ലാ മനുഷ്യരും പാപികളാണ്, ന്യായപ്രമാണം ഉള്ളവനും പാപിയാണ്, ന്യായപ്രമാണം ഇല്ലാത്ത ആളും പാപിയാണ്. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ നിയമം, നമ്മുടെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റില്ലേ, അത് ആരുടെയിൽ ഉണ്ടായിരുന്നു? ജ്യൂസിൻ്റെ ഉണ്ടായിരുന്നു, യഹൂദൻ്റെ. അപ്പോൾ അന്ന് പൗലോസ് പറയുമ്പോൾ പുതിയ നിയമം, ന്യൂ ടെസ്റ്റ്മെൻറ്റ് എന്തായിട്ടില്ല, കാനനൈസ് ചെയ്യപ്പെടുകയോ കമ്പൈൽ ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ലെറ്റർ തന്നെ എഴുതുന്നേ ഉള്ളപ്പോൾ. അപ്പോൾ പൗലോസ് പറയുക, റിഗാർഡ്ലെസ് പഴയ നിയമം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിലും ഇല്ലായിരുന്നെങ്കിലും, നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങളെല്ലാവരും പാപികളാണെന്ന് എന്ത് ചെയ്യുക? പറഞ്ഞ് വെക്കുക പൗലോസ്. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പൗലോസ് പറയുക, അതിനെ പല രീതിയിൽ പൗലോസ് എന്ത് ചെയ്യുക? പ്രസൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ അകത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ച തല എന്തായിരുന്നു? പൗലോസ് പറഞ്ഞു എല്ലാ മനുഷ്യനും എന്താണ്? പാപികളാണെന്ന് പറഞ്ഞു. അപ്പോൾ വെറുതെ അവരോട് അങ്ങ് പറയല്ല, നിങ്ങളങ്ങ് പാപിയാണെന്ന് പൗലോസ് എന്ത് ചെയ്യുകയല്ല, പറയവല്ല. മറിച്ച് പൗലോസ് എന്താ ചെയ്യുന്നത്? പൗലോസ് പറയുകയാണ്, നിങ്ങൾ ദൈവം എന്ന കോൺസെപ്റ്റ് ദൈവം നിങ്ങളോട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വെളിപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുക. അപ്പം നാച്ചുറൽ റെവലേഷനെ പറ്റി, ദൈവത്തിനെ പറ്റിയുള്ള നാച്ചുറൽ റെവലേഷൻ എല്ലാ മനുഷ്യനോടും, റിഗാർഡ്ലെസ് നീ യഹൂദനാണെങ്കിലും യവനനാണെങ്കിലും മനുഷ്യനാണോ, നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പൗലോസ് സ്ഥാപിക്കുക. അതെങ്ങനെയാണ് പൗലോസ് പറയുന്നത്? പ്രകൃതിയിൽ നോക്കിയാൽ മതി, എന്തുണ്ട്? ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങളുണ്ടല്ലേ? നമ്മൾ അന്നേരം പറഞ്ഞു പ്രകൃതിക്ക് എന്തുണ്ട്? ഒരു ഓർഡർ ഉണ്ട്. യൂണിവേഴ്സ് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റം നോക്കുവാണെങ്കിൽ, എല്ലാത്തിനും എന്തുണ്ട്? ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ ഇതിനെ എല്ലാം ഇത്ര ഓർഡറിലാക്കുന്ന ഒരു ക്രിയേറ്റർ ഇതിൻ്റെ പിന്നിലുണ്ടെന്നൊക്കെ സ്വാഭാവികമായി ചിന്തിക്കാനാണ്. അപ്പം ദൈവം ഇത് ചിന്തിക്കാനുള്ള ബുദ്ധി മനുഷ്യന് കൊടുത്തത് എന്തിനാ? ഇത് ചിന്തിച്ചിട്ട് ശരിയാണല്ലോ, ഇതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ടാകണ്ടേ എന്ന് ചിന്തിച്ചിട്ട് ദൈവത്തെ കണ്ടെത്തി അവനെ ദൈവമെന്നോർത്ത് എന്ത് ചെയ്യണമായിരുന്നു? മഹത്വീകരിക്കണമെന്നായിരുന്നു ദൈവം റെവലേഷൻ കൊടുത്തത്. പക്ഷെ ഇവരെന്താ ചെയ്തത്? ഇവരതിനു പകരം ഇവർ സൃഷ്ടിയിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു? നാൽക്കാലി, ഇഴജാതി, പക്ഷിയൊക്കെ പിടിച്ചിട്ട് ദൈവമാക്കി. അക്ഷയനായ ദൈവത്തെ അവർ ക്ഷയമുള്ള സൃഷ്ടിയുടെ രൂപമാക്കിയിട്ട് പറഞ്ഞു ഇതാണ് എന്തെന്ന് പറഞ്ഞു? ദൈവം എന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് പറയുക, അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവരെ ശിക്ഷിച്ചു.
ആ ശിക്ഷ എന്തായിരുന്നു? അവരുടെ ക്രിയേറ്റീവ് ഓർഡറെ തെറ്റിപ്പോയി. ദൈവം മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. പക്ഷെ അവരെന്ത് ചെയ്തു? ആ ഓർഡറെ തെറ്റി ആണോട് അവലക്ഷണമായത് ചെയ്തു. നമ്മളിപ്പം പറയുന്നില്ല, ഹോമോസെക്ഷുവാലിറ്റിയും ഒക്കെ മനുഷ്യൻ്റെ ഇടയിൽ എന്ത് ചെയ്തു? വന്നു. അപ്പം എന്തു പറ്റി? ക്രിയേറ്റീവ് ഓർഡർ തെറ്റിപ്പോയി. അപ്പം ഇത് പൗലോസ് പ്രൂവ് ചെയ്യുക. അപ്പം നമ്മൾ ഇതുവരെ കണ്ടതിൽ എന്ത് പറഞ്ഞു? പൗലോസ് പ്രൂവ് ചെയ്തു എല്ലാ മനുഷ്യരും എന്താണ്? പാപികളാണെന്ന് പറഞ്ഞു. അതിന് പൗലോസ് ഒരു കാരണം പറയുകയാണ്. വെറുതെ അങ്ങ് പാപിയാണെന്ന് പറയല്ല, ദൈവം നിങ്ങളോട് എന്ത് ചെയ്തു? സംസാരിച്ചു, റെവലേഷൻ തന്നു, ദൈവത്തെ മനസ്സിലാക്കാനുള്ള സാധ്യതകളൊക്കെ ദൈവം നിങ്ങളുടെ മുന്നിൽ തന്നു. അത് തന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് ദൈവത്തെ മനസ്സിലാക്കാതെ നിങ്ങൾ തെറ്റിപ്പോയതുകൊണ്ട് ദൈവം നിങ്ങളെ എന്ത് ചെയ്തു? ശിക്ഷിച്ചു. ഇത് ഇത്രയുമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതെല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ 28-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ 28-ാമത്തെ വാക്യം തൊട്ട് വായിക്കുകയാണേ. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമില്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദേശികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യും. അപ്പം നോക്കി, പൗലോസ് മേളിൽ പറഞ്ഞു, ദൈവത്തിൻ്റെ റെവലേഷനിൽ കൂടെ ദൈവത്തെ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുത്തു. അവർ എന്ത് ചെയ്തു? നേരെ ഓപ്പോസിറ്റ് ചെയ്തു. അത് മനസ്സിലാക്കി ദൈവത്തെ ഓർത്ത്, ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുന്നതിന് പകരം അവർ അക്ഷയനായ ദൈവത്തെ ക്ഷയമുള്ളതിനോട് എന്ത് ചെയ്തു? സാമ്യപ്പെടുത്തി കളഞ്ഞതുകൊണ്ട് ദൈവം അവരെ എന്ത് ചെയ്തു? ശിക്ഷിച്ചു. എന്നിട്ട് പൗലോസ് പറയുക, അവർക്ക് എന്തില്ലായിരുന്നു? ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ അവർക്കിഷ്ടമില്ലായിരുന്നു. അതായത് പരിജ്ഞാനത്തിൽ ദൈവം എന്ത് ചെയ്തു? ദൈവത്തെ പറ്റി തന്നെ നാച്ചുറൽ റെവലേഷനിൽ കൂടെ അവർക്ക് വെളിപ്പെടുത്തി. ആ കിട്ടിയ പരിജ്ഞാനത്തിൽ അവർ ദൈവത്തെ അക്സെപ്റ്റ് ചെയ്യാൻ അവരെന്തല്ലായിരുന്നു? റെഡി അല്ലായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ എന്ത് ചെയ്തു? നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചായിരുന്നല്ലേ. പലപ്പോഴും നികൃഷ്ട ബുദ്ധിയിൽ ആൾക്കാരായി പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ബറവോൻ്റെ എക്സാമ്പിളൊക്കെ പറഞ്ഞു. 10 പ്രാവശ്യം ബറവോൻ എന്ത് ചെയ്തു? ഹൃദയത്തെ കഠിനമാക്കി. അതിൽ 5 പ്രാവശ്യം ബൈബിളിൽ എഴുതിയിരിക്കുന്ന ബറവോൻ ഹൃദയത്തെ കഠിനമാക്കിയെന്നും 5 പ്രാവശ്യം ദൈവം എന്ത് ചെയ്തു? ബറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി. ഇവിടെ പറഞ്ഞേക്ക് നോക്കിയേ, ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ നോക്കിയേ, എത്ര കാലം ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ടല്ലേ, ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യൻ്റെ ഉള്ളിൽ വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. അപ്പം നമ്മൾ ഓരോ തവണ ദൈവം നമുക്ക് ഒരു സത്യം വെളിപ്പെടുത്തി തന്നു, നമ്മൾ അതിനുവേണ്ടി നിൽക്കാതെ, ആ സത്യത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മൾ ദൈവസത്യത്തിനെതിരായിട്ട് പൊക്കോണ്ടിരിക്കുന്തോറും ദൈവം എന്ത് ചെയ്യും? നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമ്മളെ പിടിച്ചു വെക്കും. കുറേ നമുക്ക് വീണ്ടും വീണ്ടും അവസരങ്ങളെ തരും, വീണ്ടും വീണ്ടും റെവലേഷൻസ് എന്ത് ചെയ്യും? നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഒരു മയം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഒരു മയം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദൈവം എന്ത് ചെയ്യും? നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുക്കും. മേളിൽ നമ്മൾ ഇതേ കാര്യം വായിച്ചു. അവരുടെ ഹൃദയത്തിലെ മോഹങ്ങൾക്കനുസരിച്ച് അവരെ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ നോക്കിയ നികൃഷ്ട ബുദ്ധിയിൽ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. നികൃഷ്ട ബുദ്ധി വെറുതെ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് നികൃഷ്ട ബുദ്ധിയിൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമല്ലായിരുന്നു. മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ദൈവം ആരെന്ന് അറിയാനുള്ള എല്ലാ സാധ്യതകളും അവർക്ക് എന്ത് ചെയ്തു? കൊടുത്തു. പക്ഷെ എന്നിട്ടും അവർ ആ പരിജ്ഞാനത്തിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഓക്കെ ശരി, നിങ്ങൾക്ക് ഈ പരിജ്ഞാനത്തിൽ വളരാൻ നല്ല താല്പര്യമെങ്കിൽ നികൃഷ്ട ബുദ്ധിയിൽ എന്ത് ചെയ്തു? ദൈവം കൈവിട്ട് കളഞ്ഞു. അപ്പം അങ്ങനെ സംഭവിച്ചപ്പോൾ എന്താ പറ്റിയത്? നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അങ്ങനെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചപ്പോൾ എല്ലാ മനുഷ്യർക്കും എന്താ സംഭവിച്ചേ? സകല അനീതിയും ദുഷ്ടതയും അവരിൽ വന്ന് നിറഞ്ഞു. അവിടെ പൗലോസ് ഒരു വലിയ ലിസ്റ്റ് പറയുക. അത് ഓരോ സത്യം പറഞ്ഞാൽ നമുക്ക് നേരെ എനിക്ക് തോന്നി ഈ വാക്യം കഴിഞ്ഞാൽ നമുക്ക് 3:20 പോവാം. കാരണം ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കാറ്റഗറിയിലുണ്ട്. നമുക്കിനിയും കൂടുതൽ പ്രൂവ് ചെയ്യുകയൊന്നും വേണ്ട. നമുക്ക് ദൈവനീതി ആവശ്യമുണ്ടെന്നുള്ളതിന് ഇനിയും കൂടുതൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വന്നപ്പം തന്നെ നമ്മൾ എന്തായി?
നമുക്ക് ദൈവനീതി വേണമെന്ന് ഇവിടെ തന്നെ എന്തുണ്ട്? ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് ഏതോ എല്ലാം ഏതാ ഇല്ലാത്തത് അല്ലേ? ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് ഫോർ ഷുവർ. പക്ഷെ എല്ലാം നമ്മളിലുള്ളവരാണ് നമ്മളല്ലേ. അപ്പൊ പിന്നെ ഇനി സത്യം പറഞ്ഞാൽ നമുക്ക് നേരെ 3:20 ചാടിയാൽ മതി. ആ നീതി എവിടെ എന്ന് ചോദിച്ചോണ്ട് ചാടിയാൽ മതി. അത്രയ്ക്ക് പറഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ നോക്കിയേ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ ദൈവം വെളിപ്പെടുത്തുമ്പോൾ ആ പരിജ്ഞാനത്തിൽ നമ്മൾ നമ്മളെ വിട്ടുകൊടുക്കുകയും നമ്മൾ അതിൽ വളരുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ തടഞ്ഞു വെക്കും തോറും കുറെ കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് എന്ത് ചെയ്യും? വാദിച്ചുകൊണ്ടിരിക്കും. ഒരു ലെവല് കഴിയുമ്പോൾ ദൈവം പറയും ഓക്കെ ലെറ്റ് ഇറ്റ് ബി, എന്താ നീ നിന്റെ നികൃഷ്ട ബുദ്ധിയിൽ പൊക്കോന്ന് പറയും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിയപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, സാക്ഷാൽ ദൈവം പോലും കൈവിട്ട് കളഞ്ഞ അവസ്ഥയില. അപ്പൊ അങ്ങനെ മനുഷ്യനെ ദൈവം കൈവിട്ടപ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ എന്ത് വന്നു നിറഞ്ഞു? സകല ദോഷവും വന്നു നിറഞ്ഞു. ആ ദോഷങ്ങളെ പറ്റിയിട്ട് പൗലോസ് എന്ത് ചെയ്യുക? ഇവിടെ ലിസ്റ്റ് ഇട്ടിട്ട് പറയുക. എന്തൊക്കെയാണത് പറഞ്ഞിരിക്കുന്നത്? അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. അപ്പൊ നോക്കി, അത്യാഗ്രഹമുണ്ട്, ദുർബുദ്ധിയുണ്ട്, അനീതിയുണ്ട്. ഇതെല്ലാം നമ്മളിലുണ്ട് അല്ലേ? അത്യാഗ്രഹം എനിക്കുണ്ട്, നിങ്ങൾക്കൊക്കെ ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ തുറന്ന് സമ്മതിക്കുകയാണ്, എനിക്ക് അത്യാഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞാൻ വിചാരിക്കും ഇന്ന് രാവിലെയും കൂടെ ഞാൻ ഈ 401 കൂടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ സ്കാർബറോയിൽ പോയിട്ട് ഇങ്ങോട്ട് വരിക. അപ്പം അത്യാവശ്യം ട്രാഫിക് ഉള്ളതുകൊണ്ട് ഒരു 50-60 ഞാൻ വരുന്നത്. അപ്പം ഞാൻ വരുന്ന എക്സ്ട്രീം റൈറ്റ് ലൈനില്ല, എക്സ്ട്രീം ലെഫ്റ്റ് ലൈനിൽ ഒരു ഭയങ്കര ബ്ലൂയിഷ് പോളിഷ്ഡ് കളറുള്ള ഒരു മറ്റേ നമ്മുടെ ആ കാറിൻ്റെ പേരെന്താ? റോൾസ് റോയ്സ്. ആ റോൾസ് റോയ്സ് അങ്ങനെ എപ്പോഴും കാണുന്നതല്ലല്ലോ. ഞാൻ മേ ബി ലൈക്ക് ഒരു 3-4 സെക്കൻഡ് അതൊന്ന് കണ്ടു കാണത്തുള്ളൂ. എൻ്റെ മനസ്സിൽ നിന്ന് അറിയാതെ എൻ്റെ വായിൽ നിന്ന് ഊന്നൊരു വാക്ക് വന്നു. അത്രയ്ക്ക് പോളിഷ്ഡ് ഒരു കാണാൻ ഭയങ്കര എന്താ പറയണ്ടേ ഭംഗിയുള്ളൊരു കാറ് കണ്ടപ്പോൾ ആ ഒരു സെക്കൻഡ് ഞാൻ റിയലൈസ് ഇത്രേ ഉള്ളൂ. കൺമോഹം ഒക്കെ എന്നതൊക്കെ വീഴ്ത്താൻ എന്തൊരു എളുപ്പമാണ്. ആ സിമ്പിൾ ആസ് ഒരു ജസ്റ്റ് ഒരു സാധനം കാണിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ക്രൂസിന്റെ മറവിലെ നീതി പോയി കവന്ന് വീഴുക എന്നല്ലാതെ വേറെ എന്തില്ല. നമുക്ക് വേറൊരു ആശ്രയവുമില്ല. ഇത്രയേ ഉള്ളൂ നമ്മൾ. ഇത് വേറൊന്നും വേണ്ട. ഒരു 3 സെക്കൻഡിന്റെ ഒരു വിഷം മതി നമ്മൾ തകർന്ന് തരിപ്പണമായി പോകാൻ. അപ്പം നോക്കി, നമ്മൾ ഈ പലർക്കും ഒരു വിചാരമുണ്ട്, നമ്മൾ പ്രസംഗിക്കുന്നതൊക്കെ എന്താണ്, നമ്മൾ എല്ലാം തികഞ്ഞിട്ട് ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രസംഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്വയനീതിയിലാകരുത് നമ്മുടെ പ്രസംഗങ്ങൾ. ഇപ്പം ഞാൻ പറയുകയാണ് നിങ്ങളൊന്നും ശരിയല്ല, നന്നാവണമെന്ന് പറഞ്ഞാൽ ഞാൻ നന്നായതാണോ എന്നൊരു ചോദ്യം എന്തുണ്ട്? തിരിച്ചുണ്ട്. ഇനി അതിൻ്റെ ആൻസർ യെസ് എന്നാണെന്നുണ്ടെങ്കിൽ ഇനി ക്രിസ്തുവിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ എന്നെ നോക്കിയാൽ മതി. എന്ത് ചെയ്യാൻ? ഇനി നിങ്ങൾക്ക് നീതീകരിക്കപ്പെടാൻ ക്രിസ്തുവും ക്രൂശും വേണ്ട. ഞാൻ ശരിയാണെങ്കിൽ എന്നെ നോക്കിയാൽ മതിയല്ലോ. ദ പോയിന്റ് ഈസ്, പ്രസംഗിക്കുന്നവനും പ്രസംഗിക്കാത്തവനും എല്ലാവരും എന്താണ്? പാപികളാണ്. ഇവിടെ പൗലോസ് നോക്കി ലിസ്റ്റ് ഇട്ടിട്ട് പറയുകയാണ് ഈ വക പ്രവർത്തിക്കുന്നത്. ഞാൻ അതിൻ്റെ ഓരോ വാക്യത്തിൽ കൂടെ പോകുന്നില്ല. നമുക്കെല്ലാം ഇത് ഇഷ്ടം പോലെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതും നമുക്കെല്ലാം അറിയാവുന്നതുമാണ് അല്ലേ. ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട, ഞാൻ എന്നെ ഇങ്ങനെ ടച്ച് ചെയ്തൊരു സാധനം ഏതാണെന്നറിയാവോ? അതിൽ ഒരു വാക്യമുണ്ട്, ആത്മപ്രശംസക്കാർ പുതുദോഷ സംഘം മാതാപിതാക്കളെ അനുസരിക്കാത്തവർ ബുദ്ധിഹീനർ. അപ്പം ഞാനിത് മലയാളത്തിൽ വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ബുദ്ധിഹീനത എന്ന് പറയുന്നൊരു തെറ്റാണോ രാജു? ബുദ്ധിഹീനത എന്ന് പറയുന്ന ഒരു തെറ്റാണോ? അതെ, ബുദ്ധിയില്ലായ്മ എന്ന് പറഞ്ഞാൽ നമുക്കൊരു തെറ്റാണോ? ഇപ്പൊ എനിക്ക് ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കുഴപ്പം കൊണ്ടാണ് എനിക്ക് ബുദ്ധി ഇല്ലാത്തത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അതെങ്ങനെ മരണകരമായ പാപമായി മാറുന്നത് ഇവിടെ. ഞാൻ പല ട്രാൻസ്ലേഷൻസിൽ കൂടെ പോയിട്ട് ഇതെന്താണ് ഈ ബുദ്ധിഹീനത എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇത് അവിടെ എഴുതിയിരിക്കുന്ന വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് ഒരു ട്രാൻസ്ലേഷനിൽ എഴുതി വെച്ചിരിക്കുന്നത്. KJV പറയുന്ന വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡ്. സനോയുടെ ഏത് ട്രാൻസ്ലേഷനാ? NIV എന്താ പറഞ്ഞിരിക്കുന്നത്? നോ അണ്ടർസ്റ്റാൻഡിങ്. നോക്കി, ഇവിടെ പറഞ്ഞിരിക്കുന്നേ നമ്മൾ ഇത്രയും നേരം പൗലോസ് പറഞ്ഞ പോലെ പരിജ്ഞാനം ദൈവം പറഞ്ഞു തരുമ്പോഴും ആ പരിജ്ഞാനത്തെ സ്വീകരിക്കാതെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ബുദ്ധിഹീനത കാണിക്കും. ഞാൻ ഈ കഴിഞ്ഞിടക്കും കൂടെ ഒരാളോട് സംസാരിച്ചപ്പം നമ്മൾ സാൽവേഷനെ പറ്റിയിട്ടൊക്കെ പറയുമ്പം ഇവരിത് പലരും മനസ്സിലാക്കുന്നതിന് പകരം പറയുന്നത് അത്രയൊന്നും പഠിക്കുകയൊന്നും വേണ്ട ബ്രദറെ, നമ്മൾ ഇപ്പോൾ ദാവീദ് പറഞ്ഞ പോലെ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിട്ടിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനല്ല കർത്താവ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിലെ പരിജ്ഞാനത്തിൽ വളരാനാണ്. ഇപ്പം എല്ലാവരും എന്താ പറയേണ്ടത്? ഡോക്ടറേറ്റ് എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. രക്ഷ എന്താണെന്ന് അടിസ്ഥാനപരമായിട്ടൊരു ക്രിസ്ത്യാനി എന്ത് ചെയ്തിരിക്കുന്നത് അതറിയാൻ വലിയ പാടൊന്നുമില്ല. ഇപ്പം ക്രിസ്ത്യാനിക്ക് എല്ലാവർക്കും അറിയത്തില്ല കാൽവറിയിൽ യേശു മരിച്ചു എന്ന് അറിയത്തില്ലേ? അതറിയുന്നത് പാടാണോ? അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാൽവേഷൻ എന്താണെന്ന് അതിൻ്റെ യഥാർത്ഥ രീതിയിൽ അറിയുന്നതും വലിയ പാടുള്ള കാര്യമല്ല. പഠിപ്പിച്ചാൽ എല്ലാവർക്കും എന്ത് ചെയ്യുന്നതാണ്? മനസ്സിലാകുന്ന സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നോക്കി,
വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ്, എന്തിനെ പറ്റിയുള്ള, ക്രിസ്തുവിനെ പറ്റിയുള്ള ശരിയായ അണ്ടർസ്റ്റാൻഡിങ്സ് ഇല്ലാതിരിക്കുന്നത് ഇവിടെ മരണകരമായ ഒരു പാപമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പൗലോസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഓരോ വാക്യങ്ങളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, പോകേണ്ടതാണ്. പക്ഷേ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയി സമയം കളയാം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ആത്മപ്രശംസക്കാരെന്താണെന്നറിയാം, പുതുദോഷം സങ്കല്പിക്കുന്നവരെന്താണെന്നറിയാം, മാതാപിതാക്കളെ അനുസരിക്കാത്തവരെന്താണെന്നറിയാം, കനിവറ്റവരെന്താണെന്നറിയാം, വാത്സല്യം കാണിക്കാത്തവരറിയാം. ഇതൊക്കെ നമ്മളിലും എന്തുണ്ട്, ആ സിമ്പിൾ ആസ് ദാറ്റ്. നമ്മളിത് ഇതിൻ്റെ ഓരോ വാക്കിലും ഇറങ്ങിപ്പോയി നിൽക്കുന്നതിനെക്കാട്ടിലും അവിടെ നിന്ന് നമുക്ക് എടുക്കാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മളിൽ എന്തുണ്ട്, ഉണ്ട്. നമ്മൾ ആരാണ്, മരണ യോഗ്യരാണ്. അപ്പോൾ നോക്കി, ന്യായപ്രമാണം വെച്ച് നമ്മളെ വിധിക്കാൻ നിന്നാൽ നമ്മൾ ആരാ, മരണ യോഗ്യരാണ്. അത്രയും പൗലോസ് എന്ത് ചെയ്തു, 1-ാം അധ്യായം ആയപ്പോഴത്തേക്ക് പൗലോസ് എന്ത് ചെയ്തു, സ്ഥാപിച്ചു. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഇത് ദൈവന്യായമാണ്, അതറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ എന്ത് ചെയ്തു, പ്രസാദിക്കുകയും കൂടെ ചെയ്തു. ഇതും നമുക്കെന്തുണ്ട്, നമ്മൾ ഏഷണി പറയുക മാത്രമല്ല, ഏഷണി പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, കേട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഞാൻ ഇപ്പോഴും ചെയ്യും. നല്ല ഉള്ള കാര്യം എന്തിനില്ല എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മളെല്ലാം വീണ് പോകുന്നതാണ് അല്ലേ, മനുഷ്യരല്ലേ. അപ്പൊ നോക്കി, മരണയോഗ്യരാണ്, പ്രമാണം വെച്ച് എന്നെ വിധിച്ചാൽ. മലയാളത്തിലൊരു പാട്ടുണ്ടല്ലോ, മറ്റേ എന്നെ അരിയാൻ നിന്ന നേരം നീ അരിയപ്പെടാൻ ഇറങ്ങി വന്നല്ലോ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടല്ലോ. അതിന്റെ ആദ്യത്തെ വാക്കെന്തായിരുന്നു, പരമനീതിയൻ ദുരിതത്താൽ എന്നെ അരിവാൻ നിന്നൊരു നേരം, പരമൻ നീയതാൽ അരിയപ്പെട്ടിടാൻ ഇറങ്ങി വന്നല്ലോ. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നീതി വെച്ചിട്ട് അളക്കുകയാണെങ്കിൽ എന്നെ ഈ സെക്കൻഡിൽ അരിഞ്ഞ് താഴെ കളയേണ്ടതാണ്. അത്രയ്ക്ക് നീതി വെച്ചിട്ട് അളന്നാൽ ഒരു മനുഷ്യനും എന്തില്ല, ദൈവത്തിന്റെ നീതിയുടെ മുന്നിൽ നിൽക്കാൻ കഴിയത്തില്ല. മരണയോഗ്യരാണെന്നുള്ളത് ഒരു സംശയവുമില്ല. അപ്പൊ പൗലോസ് ഇതിന്റെ സൊല്യൂഷൻ പൗലോസ് 3-ാം അധ്യായത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ പൗലോസ് ഇപ്പൊ എവിടെ വരെ എത്തി, പൗലോസ് ഇങ്ങനെ ഘട്ടമായിട്ട് ഓരോരുത്തരെ വെട്ടി ആക്കിയിട്ട് വരിക. പൗലോസ് പറഞ്ഞു, ബേസിക് ആയിട്ട് ഹ്യൂമൻസ് എന്താണ്, പാപം ചെയ്തു. അവർക്ക് വെറുതെ പാപം ചെയ്തു എന്നല്ല, ദൈവം അവർക്ക് ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തിട്ടും അതിനോട് അവർ റെസ്പോണ്ട് ചെയ്തില്ല. മാത്രമല്ല, അവരെ ദൈവത്തെ തന്നെ എന്ത് ചെയ്തു, മറിച്ച് കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരുടെ ബേസിക് നേച്ചറെ മാറിപ്പോയി. ദൈവം ഉണ്ടാക്കിയ ക്രിയേറ്റീവ് ഓർഡർ തെറ്റിപ്പോയി. അവരുടെ പാപത്തിലായിപ്പോയി. അവരുടെ ചിന്ത മുഴുവൻ അവർ പാപത്തിൽ വീണു. അവരെന്തായി മാറി, വിഗ്രഹാരാധികളായി മാറി. അവർ ഏഷണി പറയുന്നവരായി. പാപം അവരിൽ നിറഞ്ഞു. എല്ലാം ചെയ്തു. അവരിത് ചെയ്തു എന്ന് മാത്രമല്ല, ചെയ്യുന്നവരിൽ എന്ത് ചെയ്തു, സന്തോഷിക്കുകയും പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നവരായി മാറി. 1-ാം അധ്യായം പൗലോസ് പറഞ്ഞ് തീർന്നപ്പോൾ എനിക്ക് തോന്നി, പുതിയ നിയമസഭയിൽ പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ പിണക്കം എന്ന് പറയുന്ന സാധനം, പിണക്കം, അസൂയ എല്ലാം ഉണ്ട്, ഏതാ ഇല്ലാത്ത. പക്ഷെ പിണക്കം എല്ലായിടത്തും എല്ലാ സഭയിലും ഉള്ള ഒരു സാധനമാണ്. അതെ. ഇത് ബേസിക്കലി എല്ലാ മനുഷ്യന്മാരിലും ഉണ്ട്. അതിലേക്ക് പൗലോസ് വരും, കുറച്ചുകൂടെ യഹൂദനിലേക്ക് കയറി വരും. ഇപ്പം എവിടെ വരെ എത്തി, എല്ലാ മനുഷ്യനിലേക്കും എത്തി. അപ്പം നോക്കി, 1-ാം അധ്യായം തീർന്നപ്പോൾ പൗലോസ് എന്താ പറഞ്ഞു വെച്ചേ, മനുഷ്യന്മാരെല്ലാവരും പാപികളാണേ. അപ്പം നമുക്ക് എന്ത് വേണം, ഒരു നീതി വേണം. കാരണം നിങ്ങളെ ന്യായപ്രമാണം വെച്ച് വിധിക്കുകയാണെങ്കിൽ നിങ്ങൾ മരണയോഗ്യരാണെന്ന് പറഞ്ഞാണ് പൗലോസ് 1-ാം അധ്യായം തീർക്കുന്നത്. അപ്പം അത് പ്രൂവ് ആയി. അപ്പം ഇത്രയും പൗലോസ് പറഞ്ഞപ്പം ഇനി ഒരു പാർട്ടികളുണ്ട്, അവർ പറയാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞതെല്ലാം എന്താ കറക്റ്റാണ്, പറഞ്ഞതെല്ലാം കറക്റ്റാണ്, നീതി വേണം, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ മാന്യരായിട്ട് ജീവിക്കുന്നതെന്ന് പറയുന്ന ഒരു പാർട്ടികളുണ്ട്. അപ്പോൾ അവർ ഇത്രയും പറഞ്ഞപ്പോൾ അവർ പൗലോസ്, അവിടെ യഹൂദന്മാരും ഉണ്ട്, ആരുണ്ട്, യവനന്മാരും ജാതികളും എല്ലാവരും ഉണ്ട്. അപ്പം ഇത്രയും പറഞ്ഞപ്പം സ്വയനീതിക്കാരെന്ത് പറയും, ബ്രദർ പറഞ്ഞത് ശരിയാ ബ്രദറെ, നീതി ആവശ്യമാണ്, ഞങ്ങൾ അതുകൊണ്ടല്ലേ നീതി. പരീക്ഷന്മാരെന്നൊക്കെ പറഞ്ഞാൽ, പരീക്ഷന്മാരുടെ നീതി എന്നൊക്കെ പറഞ്ഞാൽ ദൈവനീതിയെ ഇങ്ങനെ നൂല് വെച്ച് പിടിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരാ പരീക്ഷന്മാർ. ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. അപ്പം അവർ പറയും എന്താണ്, ബ്രദർ പറഞ്ഞ എല്ലാം ശരിയാ, അതുകൊണ്ടല്ല ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് പറയും. അപ്പം അങ്ങനെയുള്ളവരോടാണ് ഇനി എന്ത് ചെയ്യുന്നത് പൗലോസ് പറയാൻ പോകുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് പൗലോസ് പറയാം, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവരെ നിനക്ക് പ്രതിവാദം പറയുവാൻ ഇല്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു, വിധിക്കുന്ന നീ അതുതന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയുമെന്ന് നനയ്ക്കുന്നുവോ? നോക്കിക്കേ,
അപ്പോൾ പൗലോസ് ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവരെ നിനക്ക് എന്തില്ല? പ്രതിവാദം പറയാനില്ല. വിധിക്കുമ്പം ഒരു കാര്യം ഉറപ്പാണ്, എന്ത്? ഞാൻ അത്രയും കൂടെ ആ തെറ്റിനെ പറ്റി അവെയർ ആണെന്ന് ഞാൻ തന്നെ പറയുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഏബൽ ഹെൽമെറ്റ് വെക്കാതെ ഇവിടുന്ന് പോവാം. ഒരുപക്ഷെ ഏബലിന് അറിയത്തില്ലായിരിക്കും ഹെൽമെറ്റ് വെക്കണമെന്നൊരു നിയമം ഉണ്ടെന്ന്. ഓക്കെ, നിയമം ഉണ്ടെന്ന് ഏബലിന് അറിയത്തില്ല, പക്ഷെ സ്റ്റിൽ ഹെൽമെറ്റ് വെക്കുന്ന തലയുടെ സുരക്ഷിതത്വത്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ 1-ാം അധ്യായത്തിൽ കണ്ട എന്ത്? നാച്ചുറൽ റെവലേഷൻ. എല്ലാവർക്കും അറിയാം എന്ത്? ഹെൽമെറ്റ് വെക്കുന്നത് തല സേവ് ചെയ്യാനാണെന്ന് ഏബലിനും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ പിന്നീട് ഗവൺമെന്റ് അതിനെ നിയമമാക്കി മാറ്റി. അതാണ് എന്ത്? ന്യായപ്രമാണം. ന്യായപ്രമാണം എന്താണ്? നിയമമാക്കി എഴുതി വെച്ചു, ഹെൽമെറ്റ് വെക്കാത്തത് തെറ്റാണ്, നിന്റെ തല നഷ്ടപ്പെടും, വല്ല തലയിടിച്ച് പ്രശ്നം ഉണ്ടാകും. അപ്പം ഞാൻ നോക്കുമ്പോൾ ഏബൽ ഇതുവഴി ഹെൽമെറ്റ് വെക്കാതെ പോവാം. ഏബൽ ഒരു പക്ഷേ ഏബലിന് നിയമം അറിയത്തില്ലായിരിക്കും, ന്യായപ്രമാണം കയ്യിലില്ലായിരിക്കും ഏബലിന്. പക്ഷെ അപ്പോഴും ഏബലും തെറ്റുകാരനാണ്, കാരണം മനസാക്ഷിയിൽ എന്തുണ്ട്? ഹെൽമെറ്റ് വെക്കാതെ തെറ്റാണെന്നറിയാം. ഞാൻ ഇവിടെ നിന്നിട്ട് പറയുക, കണ്ടോ അവൻ ഹെൽമെറ്റ് വെക്കാതെ പോകുന്നു, അവൻ ന്യായപ്രമാണം ലംഘിയാണെന്ന് ഞാൻ പറയുമ്പം ഞാൻ ഏബലിനെ വിധിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ വിധിക്കുക. കാരണം എനിക്ക് ഈ നിയമം അറിയാവുന്നു, ഹെൽമെറ്റ് വെക്കാതെ പോകുന്നത് പാപമാണെന്നും ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യുകയാണ്? വിധിക്കുക. അപ്പോൾ പൗലോസ് പറയുക, അന്യനെ വിധിക്കുന്ന നീ എന്ത് ചെയ്യുക? നിന്നെ തന്നെ വിധിക്കുക. കാരണം എന്താ? ഒരു പടിയും കൂടെ ഞാൻ അവിടെ ഉറപ്പ് വരുത്തുകയാണ്, ഞാനിത് അറിയാവുന്നവനാണെന്നും പക്ഷെ സ്റ്റിൽ ഞാൻ എന്താണ്? ഇതിലല്ലേ മറ്റൊന്നീ ഞാൻ ലംഘിക്കുന്നവനാണെന്നും, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇതിൻ്റെ അകത്ത് എന്താണ്? വിധിക്കപ്പെടാൻ എന്താണ്? യോഗ്യനായിട്ടുള്ള മനുഷ്യനാണെന്നും എന്ത് ചെയ്യുകയാണ്? കുറച്ചുകൂടെ പ്രൂവ് ചെയ്യപ്പെടുക. പൗലോസ് പറയാം, അതുകൊണ്ട് വിധിക്കുന്നവരെന്തായാലും നിനക്ക് ഒട്ടും പ്രതിവാദം പറയാനില്ല. ഇപ്പൊ ഏബലിനെ വിളിച്ചിട്ട് ചോദിച്ചാൽ എന്തെങ്കിലും പ്രതിവാദം പറയാം. ആഹാ, നിയമം ഉണ്ടായിരുന്നു, എനിക്ക് അറിയത്തില്ലായിരുന്നെങ്കിലും പറയാം. പക്ഷെ സ്റ്റിൽ അവിടെ നീതിമാനാകുന്നില്ല. കാരണം എന്താ? ഹൃദയത്തിലുണ്ട് തല സേവ് ചെയ്യാനാണ്, അതൊരു ജനറൽ സാധനമാണ്. അതുകൊണ്ട് അവിടെ ഏബലിനും എന്തില്ല? നീതിമാനാവാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് പ്രതിവാദം പറയാൻ ഒട്ടുമേ ഇല്ല. കാരണം ഞാൻ വിധിച്ചത് കൊണ്ട് ഓൾറെഡി ഞാൻ പ്രൂവ് ചെയ്ത് എന്താണ്? എനിക്കിതൊക്കെ അറിയാമായിരുന്നെന്നും നിയമം ഉണ്ടെന്ന് എനിക്ക് അറിയാമെന്ന് ഞാൻ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. അതുകൊണ്ട് പൗലോസ് പറയാ, വിധിക്കുന്ന നിനക്കിനി എന്ത് പ്രതിവാദം പറയാനാ ഉള്ളത്? അതുകൊണ്ട് ഒരു പ്രതിവാദം, അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ എന്ത് ചെയ്യുക? അത് തന്നെ പ്രവർത്തിക്കുന്നില്ലയോ? അപ്പം ഞാനിത് വിധിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുക? ന്യായപ്രമാണത്തിൽ എത്ര നിയമങ്ങളുണ്ട്? 613 നിയമങ്ങളുണ്ട്. അതായത് 365 അരുതെന്നും 248 ആകാമെന്നുമുള്ള നിയമങ്ങളുണ്ട്. ഇതിനകത്തിൽ 612 പാലിച്ചിട്ട് ഒരെണ്ണം പാലിച്ചില്ലെങ്കിൽ എന്താ? കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. അപ്പം ഞാൻ ഈ ന്യായപ്രമാണം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്, ആ നീതി പിടിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യുകയാണ്? ഞാൻ മറ്റുള്ളവനെ വിധിക്കുകയാണ്, ഞാൻ എന്നെ തന്നെ വിധിക്കുകയാണ്. ഈ വിധിക്കുക എന്നുള്ള സാധനം നമുക്കെല്ലാവരുടെ ഉള്ള സാധനമാണ്. ഈ പല പ്രസംഗങ്ങൾ, ക്രിസ്ത്യൻ മെസ്സേജുകൾ കേട്ടിട്ട് ഞാൻ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ മെസ്സേജ് മറ്റേ കുന്നേലെ അമ്മാമ്മ കേൾക്കണമായിരുന്നു. ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില ഇന്നത്തെ മെസ്സേജ് നമ്മുടെ മറ്റേ ഇന്നാടത്തെ ഇന്നാര് കേൾക്കണമായിരുന്നു. ആ, നമ്മൾ അതൊക്കെയാ നോക്കുന്നേ. മറ്റേ പുള്ളി ഇന്ന് വന്നിട്ടില്ല, പുള്ളിക്കുള്ള അതെ അതെ അതെ. നമ്മളെല്ലാരും മറ്റുള്ളവരെ എന്ത് ചെയ്യുകയാണ്? വിധിക്കാൻ നമുക്ക് ഫ്രണ്ടിൽ നിൽക്കുകയാണ്. നമ്മളല്ലേ പലപ്പോഴും ചില മെസ്സേജുകൾ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, മറ്റേ പുള്ളിക്കുള്ള മെസ്സേജാണ് ഇതെന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? കാരണം നമ്മൾ അവരെ വിധിച്ചിട്ട് വെച്ചിരിക്കുക. അപ്പൊ ഇനി ഇത് കേട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യുക? വിധിക്കുക. പക്ഷേ നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവനെ ഇത് വെച്ച് ഞാൻ വിധിച്ചാലും, ഞാൻ എന്നെ തന്നെ വിധിച്ചാലും എന്തോരം കാര്യങ്ങൾ ഞാൻ തകർന്ന് കിടക്കുകയാണല്ലേ. ചിലത് പ്രസംഗിക്കാൻ പോകുമ്പോൾ നമ്മളോട് അവിടെ ഉള്ള ആൾക്കാർ പറയും, ഇവിടെ ഇങ്ങനെ ഒരു വിഷയം എന്നോടൊരു അമ്മമ്മ പറഞ്ഞിട്ടുണ്ട്, ഒരു കൂട്ടായ്മയ്ക്ക് ഇങ്ങനൊരു സംഭവം മനസ്സിരിക്കുന്നത്. അപ്പൊ നോക്കി നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ളവരെ വിധിക്കുക. എല്ലാത്തിലും നമ്മൾ ബാക്കിയുള്ളവനെ വിധിക്കാനുള്ള കണ്ടെത്തുക. പൗലോസ് പറയാ, വിധിക്കുന്ന നിനക്ക് പ്രതിവാദം പറയാൻ ഒന്നുമില്ല. അന്യനെ വിധിക്കുന്ന നീ എന്ത് ചെയ്യുക? നീയും പാപിയാണ്. അപ്പം അതുകൊണ്ട് നിനക്കും എന്ത് ചെയ്യില്ല? പ്രതിവാദം പറയാൻ ഇല്ല, വിധിക്കാൻ നിനക്ക് ഇല്ലെന്ന് പറയുക. അപ്പോൾ പറയുക, നീ അത് തന്നെ പ്രവർത്തിക്കുന്നല്ലോ, എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. നോക്കി ഇവിടെ പറയുക, അപ്പം എനിക്ക് വിധിക്കാൻ ഒന്നുമില്ല, ഞാനും നീയും പാപിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ പറയുക, അത് പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി എങ്ങനെയുള്ളതാ? സത്യാനുസരണം. അതായത് ട്രൂത്ത് ബേസ്ഡ് ആണ് ദൈവത്തിന്റെ വിധി.
ഭൂമിയിലുള്ള എല്ലാ ന്യായങ്ങളുടെയും വിധി നടക്കുന്ന എന്ത് ബേസ്ഡാ? എവിഡൻസ് ബേസ്ഡാ. ഭൂമിയിലെ എല്ലാ ന്യായവും നടക്കുന്ന എന്താ? എവിഡൻസ് ബേസ്ഡാ. അതുകൊണ്ട് തന്നെ ഞാനൊരു തെറ്റ് ചെയ്താലും എവിഡൻസ് ഇല്ലെങ്കിൽ എന്നെ ശിക്ഷിക്കാൻ എന്ത് പറ്റത്തില്ല? ഇവിടുത്തെ ഒരു കോടതിക്കും എവിഡൻസ് ഇല്ലാത്തടത്തോളം എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ശിക്ഷിക്കാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ ഭൂമിയിലെ ഏത് ന്യായവിധിയുടെ ഫ്രണ്ടിൽ പോയാലും എവിഡൻസ് ബേസ്ഡ് ആണ് എന്ത് നടക്കുന്നത്? വിധി നടക്കുന്നത്. പക്ഷെ ഇവിടെ പറയാ ദൈവത്തിന്റെ വിധി എങ്ങനെയാ? ട്രൂത്ത് ബേസ്ഡ് ആണ്, എവിഡൻസ് ബേസ്ഡ് അല്ല. അപ്പൊ അവിടെ പോയിട്ട് ദൈവത്തിന്റെ വിധിയുടെ മുന്നിൽ നിൽക്കുമ്പം നമുക്കൊരു സാധനം ചെയ്തിട്ട് എവിഡൻസ് എല്ലാം ഇല്ലാതാക്കിയിട്ട് നല്ലവനായിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചെല്ലാൻ പറ്റത്തില്ല. കാരണം ദൈവം സത്യം നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ മുന്നിൽ സകലവും എന്ത് ചെയ്ത് കിടക്കുക? മലർന്നതായിട്ട് കിടക്കുക. അതുകൊണ്ട് തന്നെ ദൈവത്തിന് എല്ലാം അറിയാവുന്ന പരമാധികാരമുള്ള ദൈവത്തിന്റെ മുന്നിൽ ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ സത്യാനുസരണമായി വിധിക്കുന്ന ഒരു ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ പലപ്പോഴും എവിഡൻസ് ഇല്ലാതാക്കുകയല്ലേ? പക്ഷെ ഒരു കാര്യമില്ല. ദൈവം എവിഡൻസ് നോക്കിയല്ല വിധിക്കുന്ന ദൈവം. നീതിമാനായ ദൈവം സത്യം നോക്കി വിധിക്കുന്ന, സത്യാനുസരണമായി വിധിക്കുന്ന ഒരു ദൈവത്തിന്റെ മുന്നിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പോയി നിൽക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കി, ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയുമെന്ന് നനയ്ക്കുന്നുവോ? അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? അപ്പൊ നോയിച്ച്, മനുഷ്യൻ ഇതെല്ലാം ചെയ്യുക. മനുഷ്യന് ദൈവം എന്ത് ചെയ്തു? റെവലേഷൻ കൊടുത്തു. ദൈവം ആരാണെന്ന് മനസ്സിലാക്കാനുള്ള അവസരങ്ങളെ കൊടുത്തു, അവന് ബുദ്ധി കൊടുത്തു. പരിജ്ഞാനത്തിൽ ദൈവത്തെ അവർക്ക് എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. ഇതൊക്കെ ചെയ്തിട്ടും മനുഷ്യൻ എന്ത് ചെയ്യുക? പാപത്തിൽ തുടരുക. ഇതൊക്കെ ചെയ്ത് പാപത്തിൽ ഇങ്ങനെ തുടർന്നിട്ട് ദൈവം നീതിമാനാണ്, ദൈവത്തിന് നീതിയുള്ള, സത്യാനുസരണമായി ദൈവം വിധിക്കുക എന്നൊക്കെ പറയുമ്പം മനുഷ്യന്മാർ ഏതി തുടരുക? പാപത്തിൽ തുടരുക. അപ്പം ഇവരെന്താ വിചാരിക്കുന്നത്? ഞാൻ ഇത്രയും ദിവസം തെറ്റ് ചെയ്തു, അപ്പം ദൈവം എന്ത് എന്നെ ശിക്ഷിച്ചോ? ദൈവം എന്നെ ശിക്ഷിച്ചോ? ആൾക്കാർ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യമല്ലോ. ദൈവം ഇപ്പോഴും ആൾക്കാർ ചോദിക്കത്തില്ലേ, ഇത്രയും തിന്മയൊക്കെ ഈ ഭൂമിയിൽ നടന്നിട്ട് ദൈവം എന്ത് ചെയ്യും? നിങ്ങൾ ദൈവം ഉണ്ടെന്ന് പറയുന്നല്ലോ, ദൈവം എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കും. അപ്പം പൗലോസ് ഇവിടെ പറയുക, ദൈവത്തിന്റെ ദയ നീ എന്ത് ചെയ്യുക? മനസ്സിലായി? ഇപ്പം ഞാനൊരു പാപം ചെയ്തു. ഇപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ വന്നിട്ട് ജോയലിന് ചെവിക്കുറ്റി ഒരൊറ്റ അടി തന്നു. ഞാൻ ചെയ്തത് എന്താണ്? തെറ്റാണല്ലേ? അപ്പം നീതിമാനായ ദൈവം ആ സെക്കൻഡിൽ എന്ത് ചെയ്യണം? എന്നെ ശിക്ഷിക്കണം. പക്ഷെ എന്നെ ശിക്ഷിക്കാത്തപ്പം ഞാൻ അതിനെ ഒരു പ്രിവിലേജായിട്ട് അങ്ങ് എടുത്തു. ആ കൊള്ളാവില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടും ദൈവം എന്ത് ചെയ്തില്ല? എന്നെ ശിക്ഷിച്ചില്ല. പക്ഷെ പൗലോസ് കൂടെ പറയുമ്പോൾ ദൈവം ദയ കാണിക്കുക എന്നോടല്ലേ? ദൈവം ഞാൻ ഒരു തെറ്റ് ചെയ്തപ്പം പോട്ട് അവനെ എന്ത് ചെയ്യാം? കുറച്ചുകൂടെ എൻ്റെ ഗ്രേസിൽ പൊതിയാം. അവനെ കുറച്ചുകൂടെ എന്നെ പറ്റിയുള്ള റെവലേഷൻസ് അവനെ വെളിപ്പെടുത്താം. അവൻ നാളെ എന്ത് ചെയ്യും? എന്നിലേക്ക് മടങ്ങി വരും എന്ന് ഓർത്ത് ദയ കാണിക്കുകയാണ് ദൈവം. പക്ഷേ മനുഷ്യൻ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഇവിടെ പറയാം, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നിനക്ക് നല്ല ദൈവത്തിൻ്റെ ദയ നിന്നെ എന്ത് ചെയ്യണം? മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയാക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. അപ്പൊ ഈ ദൈവത്തിന്റെ ദയ എന്തിലേക്കാണ് നടത്തേണ്ടത്? മാനസാന്തരത്തിലേക്ക്. അതായത് ഞാൻ എന്ത് ചെയ്തു? ജോയലിനെ അടിച്ചു. ദൈവം എന്നെ ശിക്ഷിക്കുന്നതിന് പകരം എന്നോട് ദയ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ദൈവം എന്നെ ശിക്ഷിച്ചില്ലല്ലോ എന്നോർത്ത് ഞാൻ മാനസാന്തരപ്പെടാനാ. അതായത് നീതിമാനായ ദൈവം, സത്യം മാത്രം വെച്ച് വിധിക്കുന്ന ദൈവം, ഞാനൊരു തെറ്റ് ചെയ്തപ്പം, അല്ലെങ്കിൽ പലരും ഇന്ന് തെറ്റ് ചെയ്യുമ്പം ദൈവം ആ സെക്കൻഡിൽ അവരെ വിധിക്കാത്തത് മാനസാന്തരത്തിലേക്ക് വരാനുള്ള അവസരങ്ങൾ എന്ത് ചെയ്യുക? കൊടുക്കുകയാണ്. പക്ഷെ അവരെന്ത് ചെയ്യുകയാണ്? മാനസാന്തരത്തിലേക്ക് വരാതെ ദൈവത്തിൻ്റെ ദയാക്ഷമ എന്ത് ചെയ്യുക? നിരസിച്ച് ഐശ്വര്യമില്ലാത്തതാക്കി കളയുക. നോക്കി, നമ്മൾ ശരിക്കും പറഞ്ഞ് ഇന്നും നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ അന്നേ പൗലോസിന് എങ്ങനെ ഇത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി പൗലോസിൽ ഇപ്പോഴും നമുക്ക് ചുറ്റും ആൾക്കാർ ചോദിക്കുന്ന ഇതേ ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. മേ ബി 2026 വർഷങ്ങൾ അല്ല 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്തും ആറ്റിറ്റ്യൂഡിനൊന്നും എന്തില്ല, ഒരു മാറ്റമില്ല. ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് എന്താ? നിങ്ങളുടെ ദൈവം ഉണ്ടെങ്കിൽ പിന്നെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുമോ? അല്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യും? നീതിമാനായ ദൈവം എന്ത് ചെയ്യും എന്നൊക്കെ എന്ത് ചെയ്യുക? ചോദിക്കുക. പക്ഷെ ദൈവം പറയുക, മാനസാന്തരത്തിലേക്ക് വരാൻ വേണ്ടി ദൈവം പലപ്പോഴും ദയ കാണിക്കുകയാണ്, അല്ലേ? അപ്പം ആൾക്കാർ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിൻ്റെ ദയ കണ്ടിട്ട് മാനസാന്തരത്തിലേക്ക് തിരിയുന്നതിന് പകരം ദൈവത്തിൻ്റെ ദയയും ദൈവം കാണിക്കുന്ന ക്ഷമയും അവരെന്ത് ചെയ്യുകയാണ്? ഐശ്വര്യമില്ലാത്തതാക്കി കളയുകയാണ്. എന്നിട്ട് പറയുക, ഐശ്വര്യം നിങ്ങൾ എന്ത് ചെയ്യും? നിരസിക്കുന്നു. എന്നാൽ നിന്റെ കാഠിന്യത്താലും
അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്കു നിനക്ക് തന്നെ കോപം ചരതിച്ചു വയ്ക്കുന്നു. നോയിക്കേ, പൗലോസ് ഇവിടെ പറയുക, ഇതൊന്നും നീതിമാനായ ദൈവം വിട്ടുകളയുന്നതല്ല. ഇപ്പം ഞാൻ ജോയലിൻ്റെ ചെവിക്കുറ്റിക്ക് എന്ത് ചെയ്തു? അടിച്ചു. അതെന്താണ്? തെറ്റാണ്. അപ്പോൾ ദൈവം മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടി ദൈവത്തിന് അതിനെ ക്ഷമിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്നെ മാനസാന്തരം, ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ ജോയലിൻ്റെ ചെവിക്കുറ്റിക്ക് ഒരു അടി കൊടുത്തു. ആ തെറ്റിന് എന്തു വേണം? ശിക്ഷ കൊടുത്തേ ഒക്കത്തുള്ളൂ. നമ്മൾ ആദ്യം തുടങ്ങിയത് ഓർക്കുന്നുണ്ടോ? ദൈവം, നീതിമാനായ ദൈവം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ജോയലിന് നീതി കിട്ടണമെങ്കിൽ എന്ത് വേണം? എനിക്ക് ശിക്ഷ കിട്ടണം. പക്ഷെ ദൈവം എന്ത് ചെയ്യുക? ഞാൻ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ട് ദയ കാണിച്ചു. പക്ഷെ അപ്പോഴും എന്തുണ്ട്? അതിൻ്റെ ശിക്ഷ അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുക. മനസ്സിലായോ? അപ്പം നമുക്കിപ്പോൾ അറിയാം, മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് 3-ാം അധ്യായം വരെ എത്തണ്ട. നമുക്കിപ്പോൾ അറിയാം, ഞാൻ മാനസാന്തരപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ നീതി എന്ത് ചെയ്യും? എന്നിൽ കണക്കിടുമെന്നും ആ ശിക്ഷ ക്രിസ്തുവിൽ കണക്കിടുമെന്നും നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ പൗലോസ് ഇതിനെ ആശയപരമായി പറഞ്ഞു വരുമ്പോൾ അവിടെ ഒരു എന്ത് ചെയ്തിട്ടില്ല? എത്തിയിട്ടില്ല. അപ്പോൾ പൗലോസ് പറയുക, ദൈവം എന്ത് ചെയ്യുക? ഇതൊന്നും മറന്നു കളയാമല്ല. ദൈവം എന്ത് ചെയ്യുക? ഇതിനെയൊക്കെ ചരതിച്ച് വയ്ക്കുക. അതായത് ഇപ്പം ഞാൻ ഇന്ന് ജോയലിൻ്റെ ചെവിക്കുറ്റിക്ക് അടിച്ചു, നാളെ സാന്ദ്രയുടെ ചെവിക്കുറ്റിക്ക് അടിച്ചു, മറ്റന്നാൾ സന്തോഷത്തിൻ്റെ ചെവിക്കുറ്റിക്ക് അടിച്ചു. ഈ ഓരോ അടിയിലും ദൈവം എന്നെ അപ്പോഴേ ശിക്ഷിക്കാത്തത്, നിജു നാളെ മാനസാന്തരപ്പെടും, മറ്റന്നാളിൽ മാനസാന്തരപ്പെടും എന്നുള്ള അവസരങ്ങൾ എനിക്ക് തരിക. പക്ഷെ ഈ ഓരോ അടിയുടെയും ശിക്ഷ ദൈവം മറന്നു കളയാമല്ല. ദൈവം എന്ത് ചെയ്യുക? ചരതിച്ച് വെക്കുക. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ചുറ്റും ആൾക്കാർ പറയത്തില്ല, അവരൊക്കെ എന്തൊക്കെ ചെയ്ത് നടക്കുന്നു, അവരെയൊക്കെ ദൈവം, അവരൊക്കെ നല്ല സുഖിച്ചല്ലേ ജീവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ലിസ്റ്റിലെല്ലാം എന്തുണ്ട്? ദൈവത്തിൻ്റെ കോപം ദൈവം ചരതിച്ച് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒന്നുകൂടെ പൗലോസ് പറയുക, സുവിശേഷത്തിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ നീതിയുണ്ട്. ആ നീതി നമുക്ക് എന്തുകൊണ്ടാണ് ആവശ്യം? ബിക്കോസ് നമ്മൾ ചെയ്ത ഓരോ തെറ്റും ദൈവം എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ ക്രോധം, ദൈവത്തിൻ്റെ കോപം നമുക്കെതിരെ ഇങ്ങനെ ഇത് ചരതിച്ച് വയ്ക്കുക എന്നാണ് പറയുന്നത്. അതിനെ ഇംഗ്ലീഷിൽ എന്താ സമയം എഴുതിയിരിക്കുന്നത്? സ്റ്റോറിങ് അല്ലേ? നോക്കിക്കേ, ദൈവം ഇതൊന്നും എടുത്ത് തോട്ടിക്കളവല്ല. ഓരോന്നിനും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇതെല്ലാം എന്തുണ്ട്? സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പം നീതി നമുക്ക് എന്തിനാണ് ക്രിസ്തുവിൻ്റെ നീതിയുടെ ആവശ്യം? എന്നെ പറ്റിയിട്ടുള്ളതൊക്കെ സ്റ്റോർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ വെട്ടി താഴെ കളയേണ്ടതുണ്ട്. പക്ഷേ എനിക്കറിയാം എനിക്ക് എവിടെ പോകണം? ക്രൂശിൻ്റെ മറവിലെ നീതിയിൽ പോയി നിൽക്കുന്നതാണ് എൻ്റെ ഒരേ ഒരു ആശ്രയമെന്ന് ഇതെനിക്ക് എന്ത് ചെയ്യുകയാണ്? ഒന്നും കൂടി ഉറപ്പിച്ച് തരിക. അപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ദൈവം നിങ്ങളോട് ദയ കാണിച്ചു, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു? അതിൻ്റെ ഐശ്വര്യത്തെ നിരസിച്ച് കളഞ്ഞു, മാനസാന്തരപ്പെടാതെ. എന്നിട്ട് അവരെന്ത് ചെയ്തു? നിൻ്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും. നോക്കിക്കേ, പലപ്പോഴും മാനസാന്തരത്തിന് തടസ്സമായി നിൽക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ദൈവം ദയ കാണിച്ച് മാനസാന്തരത്തിന് അവസരം തരുമ്പോൾ മാനസാന്തരം നടക്കാതിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കാഠിന്യം, രണ്ടെന്താണ്? അനുതാപമില്ലാത്ത ഹൃദയം. പലപ്പോഴും നമ്മൾ പലരോട് സംസാരിക്കുമ്പോൾ ഭയങ്കര കഠിന ഹൃദയരാവർ. അവരോട് നമ്മൾ ദൈവസ്നേഹത്തെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ അവർ പറയുന്ന ഭയങ്കര ബറവോൻ ഹൃദയത്തെ എന്ത് ചെയ്തു? കഠിനമാക്കിയെന്ന് പറയുന്ന പോലെ ആളുകൾ എന്ത് ചെയ്യുകയാണ്? ഹൃദയത്തെ കഠിനമാക്കുക. ഹൃദയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തുറന്നു കൊടുക്കാതെ കഠിനമാക്കി. പലപ്പോഴും ഈ വിശ്വാസഗോളത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പലരുടെയും ജലസ് എന്തിനാണെന്നറിയാവോ? ആചാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, പാരമ്പര്യമായ ചിലതിനെ ഞാൻ ചെയ്തു വന്നു, ഞാൻ ഇനി അത് തന്നെ ചെയ്യത്തുള്ളൂ എന്ന് ഞാൻ വാശി പിടിക്കുന്നത് എന്താണ്? എൻ്റെ ഹൃദയത്തെ കഠിനമാക്കുക. ഇപ്പം ഞാനിപ്പോൾ ഒരു സാധനം, ഞാനിപ്പോൾ പറയുന്ന ഒരു കാര്യം ഇപ്പം രാജിവെച്ചാൽ കൗണ്ടർ ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും ഉണ്ട് സ്നേഹത്തിൽ. പക്ഷെ അത് എന്തിനെ ബേസ്ഡ് ആയിരിക്കണം? വചനത്തിനെ അടിസ്ഥാനമാക്കി ആയിരിക്കണം. അത് രാജിവെച്ചാൽ പറയുമ്പോൾ അനുഷ്ഠിതമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? തിരുത്തപ്പെടണം. ഇതിനുള്ള മനസ്സ് നമുക്ക് എന്തുണ്ടായിരിക്കണം? ഉണ്ടാവണം. തിരുത്തപ്പെടാനുള്ള ബൈബിളിനെ അടിസ്ഥാനമാക്കി ദൈവവചനത്തിൻ്റെ ആധികാരികതയിൽ നമ്മളെ ഒരാൾ തിരുത്തുമ്പം തിരുത്തപ്പെടാൻ ഉള്ള മനസ്സ് നമുക്ക് എന്തുണ്ടാകണം? ഉണ്ടായിരിക്കണം. മോശ ഉൽപ്പത്തി 1 നിന്നുണ്ടായ വെളിപ്പാടുകളിൽ നിന്ന് മാറി സങ്കീർത്തനങ്ങൾ എഴുതുമ്പോൾ, ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് എഴുതിയ മോശ സങ്കീർത്തനം എഴുതുമ്പോൾ അതിനു മുമ്പേ പോയി, കർത്താവേ നീ ഭൂമിയെ മുമ്പുണ്ടലത്തെയും ഉണ്ടാക്കുന്നതിന് മുമ്പേ നീ ഞങ്ങളുടെ ദൈവമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവുന്നേ? എനിക്കൊന്നറിയാം, ഉൽപ്പത്തി 1:1 ഞാൻ എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയൊരു വെളിപ്പാടുണ്ട്. ഇനി ഞാൻ എന്തോ ഇതായാലും മാറത്തില്ലെന്ന് ഹൃദയത്തെ കഠിനമാക്കിയാൽ
ദൈവത്തിൻ്റെ പുതിയ വെളിപ്പാടുകൾക്ക് ദൈവം നമ്മളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പകരാൻ പറ്റത്തില്ല. അപ്പം മാനസാന്തരം ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും ആവശ്യമായ ഘടകങ്ങൾ എന്താണ്? ഹൃദയത്തെ കഠിനമാക്കി വെക്കാതിരിക്കുക, ഹൃദയം എന്ത് ചെയ്യുക, ദൈവസന്നിധിയിൽ പകരുക. കർത്താവെ, അങ്ങയുടെ ഹിതമാണെങ്കിൽ, അങ്ങയുടെ സത്യങ്ങളാണെങ്കിൽ എന്നെ ചേഞ്ച് ചെയ്യണേ, അത് എന്നോട് സംസാരിക്കണേ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, പറയുക. പക്ഷെ ഇവിടെ ആളുകൾ എന്ത് ചെയ്തു? അവർ ഹൃദയത്തെ കഠിനമാക്കി അനുതാപമില്ലാത്ത ഹൃദയം അവർ ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്തു? നീ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ എന്ത് ചെയ്യുന്നു? കോപം ചരതിച്ചു വയ്ക്കുന്നു. നമ്മളെല്ലാവരും ഇതേപോലെ ദൈവത്തിൻ്റെ സന്നിധി നമുക്കൊക്കെ എതിരെയുള്ള കോപം, ദൈവകോപം എന്ത് ചെയ്യപ്പെട്ടിരുന്നു? ചരതിച്ച് വെച്ചിരുന്നു. ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങൾക്കും ദൈവസന്നിധിയിൽ എന്തുണ്ട്? ദൈവം നീതിയുള്ള ദൈവം, അതൊന്നും വെറുതെ വിട്ടുകളയാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ഓരോ കോപം ദൈവസന്നിധിയിൽ എടുക്കുമ്പോഴും പിതാവിൻ്റെ വലത്തു ഭാഗത്ത് എനിക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന പുത്രൻ ഇരുന്നിട്ട് പറയും, അവൻ്റെ ആ പാപം ഞാൻ കാൽവറിയിൽ എന്ത് ചെയ്യുക, ഏറ്റെടുക്കുക. അവൻ മരിക്കേണ്ട സ്ഥാനത്ത് അവന് വേണ്ടി ഞാൻ മരിച്ച എൻ്റെ രക്തത്തിൻ്റെ മറവിലാവും നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ദൈവം എന്ത് ചെയ്തു? ആ പ്രിവിലേജ് തന്നു. അപ്പം നോക്കി, നമ്മളുടെ എന്തോരം കോപം ചരതിച്ച് വെച്ചിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. കൃപയാൽ ക്രിസ്തുവിൽ കൂടി ക്രിസ്തുവിൽ എത്തിയപ്പോൾ ആ നീതിയുടെ മറവിൽ നിൽക്കാൻ നമുക്ക് എന്ത് ചെയ്തു? വാങ്ങിയിട്ട് നമ്മൾ ഇവിടെ റോമാലേഖനത്തിൽ ആ തലം വരെ എത്തിയിട്ടില്ല. പൗലോസ് മറ്റേവരെ എന്ത് ചെയ്യുക? പറഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പം ദൈവത്തിൻ്റെ കോപ ദിവസത്തേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കോപം സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അവൻ ഓരോരുത്തന് അവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യ യഹൂദനും പിന്നെ യവനനും ലഭിക്കും. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. ഇനി നമ്മൾ റോമാലേഖനം 1-ാം അധ്യായം തൊട്ട് പഠിച്ചു തുടങ്ങിയിട്ട് നമ്മൾ ആദ്യം കണ്ട ഒരു വലിയ പ്രോബ്ലമല്ല, ഒരു വലിയ ഡിബേറ്റബിൾ ടോപ്പിക് എന്തായിരുന്നു? പെക്കബിലിറ്റി വാസസ് ഇംപെക്കബിലിറ്റി ആയിരുന്നു. അതായത് ദൈവത്തിന് ഭൂമിയിലായിരുന്ന യേശുവിന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നോ ഇല്ലയോ എന്നുള്ള ഒരു ഇത് നമ്മൾ അതിലേക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങിയില്ല. ബിക്കോസ് ഞാനത് പറഞ്ഞു, നമ്മളതിൻ്റെ തലം പറഞ്ഞു പോയി. രണ്ടാമത് റോമാലേഖനം പഠിച്ചു വരുമ്പം ഏറ്റവും ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളിപ്പോൾ വായിച്ച വാക്യങ്ങൾ. ഇതിനെ പറ്റിയിട്ട് കോണ്ടെക്സ്റ്റിൽ ഇല്ലാതെ ആൾക്കാർ ഈ വാക്യം എടുത്ത് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കേണ്ട ഒരു വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ച വാക്യം. ഇവിടെ എന്താ പൗലോസ് പറഞ്ഞിരിക്കുന്നത്? നമ്മളിപ്പോൾ വായിച്ച വാക്യം ഇവിടെ എന്താ പൗലോസ് പറഞ്ഞിരിക്കുന്നത്? പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യും. അതെ. അപ്പൊ നോക്കിയേ, അവനവന്റെ പ്രവൃത്തിക്ക് ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. അപ്പം പ്രവൃത്തിക്ക് തക്കമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പകരം ചെയ്യുന്നത്. അപ്പം നല്ല പ്രവൃത്തി, താഴോട്ട് അത് തന്നെ പൗലോസ് പറയുന്നതല്ലേ, നല്ല പ്രവൃത്തി ആണെങ്കിൽ നല്ലത് കിട്ടും, പന്ന പ്രവൃത്തി ആണെങ്കിൽ പന്നല് കിട്ടും അല്ലേ? അതെ. അപ്പൊ ഇതിന്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ, ഇതിന്റെ ബേസിൽ ഈ രണ്ട് വാക്യത്തെ മാത്രം ഞാനിങ്ങ് വായിക്കുക. ഇപ്പം നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം വിട്ടേര്, നിങ്ങളുടെ മനസ്സിലുള്ള ക്രിസ്ത്യൻ ആശയങ്ങളെല്ലാം വിട്ടേര്. ഞാൻ ഈ വായിക്കുന്നതിനെ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഇങ്ങനെ ഞാൻ ഇതിനെ മാത്രം വായിക്കുക. അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാത്തവർക്ക് അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ഇത്രയും മാത്രം നിങ്ങൾ കേട്ടാൽ ഇതിൽ നിന്ന് എന്താശയമാണ് മനസ്സിലാകുന്നത്? എന്താശയമാണ് ഇത് മാത്രം വായിച്ചാൽ എന്താശയമാണ് കിട്ടുന്നത്? ദൈവം നല്ല പ്രവൃത്തി ചെയ്താൽ നല്ലത് കിട്ടും, പന്നൽ ചെയ്താൽ പന്നൽ കിട്ടും. അതായത് യൂണിവേഴ്സൽ മതം പഠിപ്പിക്കുന്ന സെയിം തിയറി. അതായത് നീ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. അത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നേ. അപ്പൊ ഈ വാക്യങ്ങളെ ഇങ്ങനെ എടുത്തിട്ട് ഒരുപാട് പേരെന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രവൃത്തിയാലുള്ള നീതീകരണത്തെ സാധൂകരിക്കാനുള്ള പഠിപ്പീരുകളെല്ലാം റോമാലേഖനത്തിൽ നിന്ന് എടുക്കുന്ന വാക്യമാണിത് അല്ലേ? അപ്പൊ ഇവര് പറയുന്നത്, റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല പ്രവൃത്തി ചെയ്താൽ എന്ത് ചെയ്യും? നല്ലത് കിട്ടും, പന്നൽ ചെയ്താൽ പന്നല് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് പ്രവൃത്തിക്ക് ഒരു കാര്യവും ഇല്ലെന്ന്? അതെ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇതിവിടെ എഴുതി വെച്ചിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രവൃത്തിക്ക് ഒരു കാര്യവും ഇല്ലെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നതെന്നാണ് ഒരു വാദമുള്ളത്. അപ്പൊ നോക്കി, ഇതാ ഞാൻ പറയുന്നത്, നമ്മൾ എപ്പോഴും ബൈബിളിനെ പഠിക്കുമ്പം ഇടയ്ക്ക് നിന്നൊരു വാക്യത്തെ അടർത്തിയെടുത്തല്ല എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പിന്നീടാണ് ഇതിനെ
വാക്യങ്ങളായി തിരിക്കുകയും അധ്യായങ്ങളായി തിരിക്കുകയും ഒക്കെ ചെയ്തത്. പൗലോസ് ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്ന പോലാണ് അല്ലേ, ഒരു ലെറ്റർ മൊത്തത്തിൽ ഒരു ആശയത്തെപ്പറ്റി എന്ത് ചെയ്യുകയാണ്, എഴുതുകയാണ്. അപ്പം ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ തന്നെ നിങ്ങൾ വിചാരിക്കുക, നല്ല പ്രവൃത്തി ചെയ്താൽ എന്ത് കിട്ടും, നല്ലത് കിട്ടുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3:20 പൗലോസ് ആയാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഒരു മനുഷ്യനും എന്ത് ചെയ്യത്തില്ല, നീതീകരിക്കപ്പെടത്തില്ലെന്ന് പറയുന്ന അതും ഇതും തമ്മിൽ എന്തായി കോൺട്രാഡിക്ടറി ആയിട്ട് മാറിയില്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൗലോസ് ഈ പറഞ്ഞു വരുന്ന ആശയത്തിന്റെ ഫ്ലോയിൽ നിൽക്കണം നമ്മൾ. ഈ ഫ്ലോയിൽ നിന്ന് എന്ത് ചെയ്യരുത്, മാറരുത്. പൗലോസ് എന്താ പറഞ്ഞു വരുന്നേ? പൗലോസ് പറഞ്ഞു എല്ലാ മനുഷ്യരും പാപം ചെയ്തു, എല്ലാവരും പാപികളാണ്. പാപം ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടായി, ദൈവത്തിന്റെ കോപമുണ്ടായി. അപ്പൊ ആ കോപത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വേണം, ഒരു നീതി വേണം. ദൈവത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടും അത് എന്ത് ചെയ്തു, നിങ്ങൾ കേട്ടില്ല, നിങ്ങൾക്ക് എന്തുണ്ടായി, പ്രശ്നം ഉണ്ടായി. എന്നിട്ട് പറയുകയാണ്, ഇനി നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഈ നീതി വേണോ എന്നൊക്കെ പറയാൻ നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുകയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിവാദം പറയാനൊന്നുമില്ല, നിങ്ങളും പാപികളാണ്. നിങ്ങൾ ചെയ്യുന്ന പാപത്തിൻ്റെയും എല്ലാത്തിൻ്റെയും എന്തുണ്ട്, ദൈവത്തിൻ്റെ ക്രോധം ദൈവം ചരതിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് പൗലോസ് സ്വാഭാവികമായിട്ടും ഇപ്പം പൗലോസ് ഇത് സംസാരിക്കുമ്പം ആളുകളുടെ ഇടയിലുള്ള ഒരു ആശയം എന്താണ്, നല്ല പ്രവൃത്തി ചെയ്താൽ നല്ലത് ചെയ്യും. കാരണം ഇവർ ന്യായപ്രമാണം പറയുന്ന ആളുകളാണ്. ന്യായപ്രമാണം പറയുന്നവരെന്താ പറയുന്നത്, അപ്പം ന്യായപ്രമാണം ചെയ്താൽ, നല്ല കാര്യം ചെയ്താൽ നല്ലത് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ പൗലോസ് പറയുക, ന്യായപ്രമാണം ശരിയല്ല, ദൈവം ന്യായപ്രമാണം കൊടുത്തത് എന്തിനാ, ന്യായപ്രമാണം ദൈവം കൊടുത്തത് എന്തിനാ, ആചരിക്കാനല്ലേ. പക്ഷെ ഒരു മനുഷ്യനും അത് കഴിയാത്തത് കൊണ്ടാണ് സാക്ഷാൽ പുത്രൻ ഇറങ്ങി വന്ന് അത് എന്ത് ചെയ്യേണ്ടി വന്നത്, നിവർത്തിക്കേണ്ടി വന്നത്. അപ്പോൾ പൗലോസ് ഇവിടെ പറയുക, സംഭവം ശരിയാണ്, നിങ്ങൾ പറയുന്ന ആശയം എന്താണ്, ശരിയാണ്. പൗലോസ് പറയുക, ദൈവത്തിന്റെ നീതി ദൈവം എങ്ങനെ വിധിക്കുമെന്നാണ് എന്ത് ചെയ്യുന്നത്, പൗലോസ് ഇവിടെ പറയുന്നത്. ഇത്ര നേരം പൗലോസ് പറഞ്ഞു നിങ്ങൾക്ക് എന്തുണ്ട്, ദൈവത്തിന്റെ സത്യാനുഷ്ഠിതമായിട്ടുള്ള എന്തുണ്ട്, വിധിയുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷനായോ? സിമ്പിളായിട്ട് പറയാം. പൗലോസ് തൊട്ട് മേളിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത്, ദൈവം നിങ്ങളെ എന്ത് ചെയ്യും, വിധിക്കും. എങ്ങനെ വിധിക്കും? എവിഡൻസിന്റെ ബേസിലല്ല, ട്രൂത്തിന്റെ ബേസിൽ ദൈവം എന്ത് ചെയ്യും, നിങ്ങളെ വിധിക്കും. അതെങ്ങനെ വിധിക്കും, ആ വിധി എങ്ങനെ, അവിടെ മേളിൽ ദൈവം വിധിക്കുന്ന വിധി എങ്ങനെയാണെന്നാ പൗലോസ് താഴെ പറയുന്നത്. എന്തിലാ വിധിക്കുന്നത്? പന്നൽ ചെയ്താൽ എന്ത് ചെയ്യും, പന്നലായിട്ട് വിധിക്കും. നീ നല്ലത് ചെയ്യാൻ എന്ത് ചെയ്യും, നല്ലതായിട്ട് വിധിക്കും. പക്ഷെ ദ പ്രോബ്ലം മീൻസ് ആ നല്ലത് ചെയ്യാൻ നമുക്ക് കഴിയത്തില്ലെന്നുള്ളതാണ് പ്രോബ്ലം. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? താഴോട്ട് പൗലോസ് അതിനെ പ്രസന്റ് ചെയ്യുന്നത്, ദ പ്രോബ്ലം മീൻസ് ആ നല്ലത് ചെയ്യാൻ നിനക്ക് കഴിയത്തില്ലെന്നുള്ളത് കൊണ്ടാണ് നിനക്ക് എന്ത് വേണ്ടത്, നീതി വേണ്ടത്. അതാണ് പൗലോസ് പറഞ്ഞു വരുമ്പോൾ 3:20 കൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രവൃത്തിയും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നീതീകരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് നിനക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ കണ്ടോ, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്ന പ്രവൃത്തിക്ക് എന്തുണ്ട്, സ്ഥിരതയുണ്ട്. അപ്പം ആർക്കെങ്കിലും പറയാൻ പറ്റും. ഇപ്പൊ ചില ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയും, ബ്രദറെ ഞാൻ അങ്ങനെ ഒരു മനുഷ്യനോട് ഒരു തെറ്റും ചെയ്ത മനുഷ്യനല്ല, ഞാൻ എന്താണ് എൻ്റെ മനസാക്ഷിക്ക് മാന്യമായത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറയും. അപ്പം നമ്മൾ അവരോട് ഒന്നുകൂടെ നിർത്തി ചോദിക്കുക, എപ്പോഴും മനസാക്ഷിക്ക് ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ മനസാക്ഷി ഉള്ളവനാണെങ്കിൽ പറയും, അല്ല ഇടയ്ക്കൊക്കെ എന്ത് പറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എത്ര മനസാക്ഷിക്ക് ഇതായിട്ട് ജീവിച്ചാലും എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് മനസാക്ഷിക്ക് പോലും പറ്റാത്ത ഒന്നോ രണ്ടോ ചെയ്യാത്ത മനുഷ്യനുണ്ടോ? നമ്മൾ എത്ര നമ്മളെ തന്നെ നീതീകരിച്ചാലും, എത്ര സ്വയനീതി ചെയ്തെന്ന് പറഞ്ഞാലും, ഏതെങ്കിലുമൊക്കെ തലത്തിൽ നമ്മൾ തെറ്റുകാരാണെന്ന് ബോധമില്ലാത്ത ഒരു മനുഷ്യനും എന്തില്ല, ഭൂമിയിൽ ഇല്ല. പക്ഷെ പൗലോസ് ഇവിടെ പറയാ, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് ഇത് അന്വേഷിച്ചാൽ എന്തുണ്ട്, സ്ഥിരത പൂണ്ട് ഇതൊക്കെ ചെയ്താൽ നിനക്ക് എന്തുണ്ട്, നിന്റെ പ്രവൃത്തി വെച്ചിട്ട് ശരി നിനക്ക് നല്ലത് തരാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ സ്ഥിരത കീപ്പ് ചെയ്യാൻ ഒരു മനുഷ്യനും എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. ഇപ്പം ഞാനിപ്പം ഒരു പ്രസംഗം കേട്ടിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ ചിലപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് ചെയ്തിട്ട് ഒരു ആ വൈകിട്ടൊക്കെ ചിലപ്പം ഒരു മാറ്റമൊക്കെ എന്ത് ചെയ്യാം ഉണ്ടാവാല്ലേ. അന്ന് ആൾക്കാർ ചെയ്യുന്നവരുണ്ട്, കള്ളുകൂടി നിർത്തുന്നവരുണ്ട്. ഇപ്പം നമ്മളൊരു വലിയ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്രസംഗം കേട്ടു, നമ്മൾ കരഞ്ഞ് നിലവിളിച്ച് വീട്ടിൽ വന്ന് അന്ന് വൈകിട്ട് നമ്മൾ ഭയങ്കരമായി ഭാര്യയോട് സൗമ്യമായി പെരുമാറുന്നു, ബാക്കിയുള്ളവരോട് വിളിച്ച് ക്ഷമ പറയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഈ സ്ഥിരത എത്ര നാളുണ്ട്? മറ്റന്നാൾ രാവിലെ പിറ്റേ ദിവസം കൂടെ നിന്നെന്ന് വിചാരിച്ചു, മറ്റന്നാൾ രാവിലെ ഏതാണ്. അപ്പം സ്ഥിരത ഇല്ലാത്ത പ്രവർത്തിക്ക് നമ്മളെല്ലാ മനുഷ്യന്മാരും എന്താണ്, സ്ഥിരത പൂണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ ഈ ജഡത്തിൽ വസിക്കുന്നിടത്തോളം എന്താണ്, പാടാണ്. അതുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണ്ടതും. ഈ ഹോളിനെസ് മൂവ്മെൻറ്റുകാർക്കൊക്കെ പറ്റിയ ഏറ്റവും വലിയ തെറ്റിതാണ്. ഈ വെസ്ലിയൻ പെർഫെക്ഷനിസം ഹോളിനെസ് മൂവ്മെൻറ്റിനൊക്കെ പറ്റിയ പഠിപ്പീരുകളിൽ
ഈവൻ കെസ്വിക് തിയോളജിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശൃംഖല. ഞാൻ ഇന്ന് രാവിലെ ഞാൻ ചെറിയോട് അതിനെപ്പറ്റി ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു, കെസ്വിക് തിയോളജി. അപ്പം നമ്മളത് പഠിക്കും. ഇതെല്ലാം നമ്മൾ 3-ാം അധ്യായം എത്തിയിട്ട് നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ടേ മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു ക്ലാരിറ്റി നമുക്കുണ്ടാവും. ഓക്കെ, നമ്മൾ ഈ പറയുന്ന എല്ലാ തിയോളജിയുടെയും നല്ല ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് സിമ്പിളായിട്ട് പഠിച്ചിട്ട് നമ്മൾ അത് കഴിഞ്ഞ് പോകത്തുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ പഠിക്കുന്നത് കാര്യമില്ല. കാരണം 3-ാം അധ്യായം വരെ അതിനെപ്പറ്റിയിട്ടല്ല എന്ത് ചെയ്യുന്നത്, ഡീല് ചെയ്യുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, സംഭവമൊക്കെ ശരിയാണ്. ദൈവം നീതി എങ്ങനെ വിധിക്കുന്നേ? ദൈവം നല്ല പ്രവൃത്തി നോക്കിയിട്ട് നല്ല പ്രവൃത്തി ഉള്ളവന് നല്ലത് കൊടുക്കും, പന്നൽ ചെയ്തവന് എന്ത് ചെയ്യും, പന്നൽ കൊടുക്കും. പക്ഷെ താഴോട്ട് പറഞ്ഞു തരുമ്പോൾ പൗലോസ് പറയാം, അൺഫോർച്ചുനേറ്റ്ലി ഈ നല്ല പ്രവൃത്തി സ്ഥിരത പൂണ്ട് ചെയ്യാൻ എന്ത് ചെയ്യത്തില്ല, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് പൗലോസ് പറയാം, അതുകൊണ്ട് ന്യായപ്രമാണം കൊണ്ട് ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നീതീകരിക്കാനും പറ്റത്തില്ല. അപ്പൊ ഈ ആശയത്തെ നമ്മൾ ആ സെൻസിൽ വേണം മനസ്സിലാക്കാൻ. മേളത്തെയും താഴത്തെയും പൗലോസ് പറഞ്ഞു വെച്ചിരിക്കുന്ന ആശയങ്ങളെ ചേർത്ത് വേണം ആ ഈ വാക്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യാൻ, മനസ്സിലാക്കാൻ. അല്ലാതെ നടുക്കൂന്ന് ഈ വാക്യത്തെ മാത്രം എടുത്തിട്ട് ദൈവം എന്ത് ചെയ്യുക, നല്ലത് ചെയ്താൽ നല്ലത് കൊടുക്കും, പന്നൽ ചെയ്താൽ പന്നൽ കിട്ടും, അതുകൊണ്ട് നീ നല്ല പ്രവൃത്തി ചെയ്ത് നീതീകരിക്കപ്പെടൂ എന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്യരുത്. അപ്പൊ പൗലോസ് മേളിൽ പറയുകയാണ്, ദൈവം എന്ത് ചെയ്യും, ദൈവം സത്യാനുസരണമായിട്ട് നിന്നെ വിധിക്കും. എങ്ങനെ? അപ്പോൾ ഒരാൾ ചോദിക്കുക, നോക്കിയ ഡയാട്രിബേൽ ഒരാൾ ചോദിക്കുക, അപ്പൊ ദൈവം എങ്ങനെ ന്യായം വിധിക്കുന്നത് ചോദിക്കുമ്പോൾ പൗലോസ് പറയുക, എങ്ങനെ വിധിക്കുന്നത്, എങ്ങനെ? നല്ല പ്രവൃത്തിക്ക് വേണ്ട സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയം അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാത്ത അനീതി പ്രവർത്തിക്കുന്നവർക്ക് എന്ത് ചെയ്യും, കോപവും കൊടുക്കും. ഇങ്ങനെ ദൈവം വിധിക്കുന്നത്. ദൈവം എങ്ങനെ വിധിക്കുന്നത്? ദൈവം നല്ലത് ചെയ്തവർക്ക് നല്ലത് കൊടുക്കും. അതല്ലാതെ ദൈവത്തിന് എങ്ങനെ വിധിക്കാൻ പറ്റുന്നേ? നന്മയും തിന്മയും വേർതിരിച്ച് ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വിധിക്കാൻ പറ്റത്തുള്ളൂ. ആ തലത്തിലാണ് ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നീ നല്ലത് ചെയ്താൽ നിനക്ക് നല്ലത് കിട്ടുമെന്ന അർത്ഥത്തിലല്ല ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുക, തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. അപ്പം കഷ്ടം പന്ന ചെയ്തവർക്കൊക്കെ എന്ത് ചെയ്യും, പന്നൽ കൊടുക്കും. അത് ആദ്യം ആർക്ക് കൊടുക്കും, യഹൂദന് കൊടുക്കും. കാരണം എന്താണ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഏബലിനും തെറ്റുകാരനാ, പക്ഷെ ഞാൻ എന്താ നിയമം അറിയാവുന്നവനാ. ഏബലിന് ഹെൽമെറ്റ് വെച്ചാൽ തല സേഫ് ആവുമെന്ന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ എനിക്ക് ആർട്ടിക്കിൾ അറിയാം, ഏത് ബൈലോയിലെ എഴുതിയേക്കുന്നതെന്ന് അറിയാം, ഹെൽമെറ്റ് വെക്കാതെ പോയി എത്ര രൂപ ഫൈൻ കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പൊ ആദ്യം എനിക്കെന്തുണ്ട്, അടിയുണ്ട്. യഹൂദൻ എന്തായിരുന്നു, ന്യായപ്രമാണം എഴുതി കൈ കൊടുത്തവനാ. അതുകൊണ്ട് ആദ്യം യഹൂദനും പിന്നെ എന്തുണ്ട്, യവനനും വരും. അതേപോലെ തന്നെ പറയുകയാണ്, നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും അതും ആർക്കാണ്, ആദ്യം. അപ്പൊ അടി കിട്ടാൻ മാത്രമല്ല, നന്മ കൊടുക്കുമ്പോഴും ഫസ്റ്റ് കൊടുക്കുന്ന ആർക്കാണ്, ബിക്കോസ് നീ അപ്പുറത്തും നീ എന്താണ്, അടി കിട്ടിയതും ആദ്യം നിനക്കായതുകൊണ്ട് നന്മ പ്രവർത്തിക്കുന്നവർക്ക് എന്ത് കൊടുക്കും, ആദ്യം യഹൂദനും യവനനും മഹത്വവും മാനവും കൊടുക്കും. ദൈവത്തിന്റെ പക്കൽ എന്തില്ല, മുഖപക്ഷം ഇല്ലല്ലോ. അപ്പൊ നോക്കിയേ, ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെടരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയും ആശയങ്ങൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ദൈവം നീതി വിധിക്കുമെന്നാണ്. ദൈവത്തിന്റെ ന്യായവിധി എങ്ങനെ, എന്തിന്റെ ബേസ്ഡ് ആണെന്നാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഡസൻറ്റ് മീൻ അതിന്റെ അണ്ടറിൽ എനിക്ക് ചെല്ലാമെന്ന് എന്തില്ല, പൗലോസ് ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് കോടതിയിൽ എങ്ങനെയാണ് നീതി കൊടുക്കുന്നതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനർത്ഥം എനിക്ക് ആ നീതി കിട്ടണമെന്ന് ഇവിടെ ഒരു ഗ്യാരണ്ടിയും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നാൽ നല്ലത് പ്രവർത്തിച്ച് നല്ലത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരു കുഴപ്പമില്ല. നീ എന്നാൽ സ്ഥിരത പൂണ്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആരെങ്കിലും പറയാം, ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രവർത്തിച്ചാൽ നല്ലത് പ്രവർത്തിച്ചാൽ ഓക്കെ ചെയ്യും. അങ്ങനെ എത്ര നേരം നമുക്ക് ചെയ്യാൻ പറ്റും? സ്ഥിരത പൂണ്ട് നമുക്കിതെല്ലാം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? നമ്മളെ കൊണ്ട് കഴിയത്തില്ല. ഇപ്പൊ പൗലോസ് അതും അവിടെ എന്ത് ചെയ്തു, സ്ഥാപിച്ചു. ദൈവത്തിന്റെ പക്കൽ എന്തില്ല, മുഖപക്ഷം ഇല്ലല്ലോ. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ ഒക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ ഒക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. അപ്പോൾ നോക്കിയേ, ഇനി ഏബലിനെയും എന്നെയും കൂടെ എന്ത് ചെയ്യുകയാണ്, കോടതി കൊണ്ടുവരികയാണ്. എന്തിന്? വിധിക്കാൻ വേണ്ടിയിട്ട്. ഏബലിന് നിയമം അറിയത്തില്ല, ന്യായപ്രമാണം അറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് ഏബൽ എന്ത് ചെയ്യുന്നില്ല, ഹെൽമെറ്റ് വെക്കാതെ പോയതിൽ നിന്ന് കുറ്റക്കാരനല്ലാതാവുന്നില്ല. ഏബലിന് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന്. പക്ഷെ സ്റ്റിൽ ഏബലിന്റെ ഹൃദയത്തിൽ തന്നെ എന്തുണ്ടായിരുന്നു, അറിയാം തല പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടതാണെന്നും ഓപ്പണായിട്ട് പോകുമ്പം തല സേവ് ചെയ്യണമെന്നും അതിനാണ് ഹെൽമെറ്റ് എന്നുള്ള സാമാന്യ ബോധം ഏബലിന്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ഏബലിനെ എന്ത് ചെയ്യും, അത് വെച്ചിട്ട് വിധിക്കും. എന്നെ എന്ത് ചെയ്യും, എനിക്ക് നിയമവും അറിയാം, ബൈലോയും അറിയാം,
പീനൽ കോഡും അറിയാം, എല്ലാം അറിയാം. അപ്പൊ എന്നെ അത് വെച്ചിട്ട് എന്ത് ചെയ്യും? ദൈവത്തിന്റെ പക്കൽ എന്തില്ല? മുഖപക്ഷമില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ രണ്ടുപേരും എന്താണ്? പാപികളാണ്. ഞങ്ങൾ രണ്ടുപേരും തെറ്റുകാര് ആണ്. അപ്പൊ പൗലോസ് പറയുകയാണ്, മുഖപക്ഷമില്ലല്ലോ, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ എന്ത് ചെയ്യും? ന്യായപ്രമാണത്താൽ എന്ത് ചെയ്യും? വിധിക്കപ്പെടും. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടെ പൗലോസ് പറയുക, ന്യായപ്രമാണം ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് നീ എന്താകുന്നില്ല? നീതിമാനാകുന്നില്ല. ന്യായപ്രമാണം കേട്ടു എന്നുള്ള കാരണം കൊണ്ട് നീ എന്താകുന്നില്ല? നീ ഇതാരോടാ പറയുന്നേ? യഹൂദന്മാരോട് പറയുക. അവരെ തന്നെ പ്രൈഡാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് അബ്രഹാം ഉണ്ട്, ഞങ്ങൾക്ക് എന്തുണ്ട്? ഈ ഇതൊക്കെ ഉണ്ടെന്ന് ഇവരെന്ത് ചെയ്തിരിക്കുക? പറഞ്ഞു വെച്ചോണ്ട് ഇരിക്കുക. ഇപ്പൊ നോക്കി, നമ്മളും പലപ്പോഴും നമ്മൾ പറയും നമുക്കിതുണ്ട്, നമുക്കതുണ്ട്. നമുക്കറിയാം, ചുങ്കക്കാരനും ഒരു പരീക്ഷനും അല്ലേ പ്രാർത്ഥിക്കാൻ വരുന്നത് അല്ലേ? ധനവാനൂടെ പറയാ. അപ്പം ധനവാൻ എന്താ പറയുന്നത്? ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ ഞാൻ എന്തല്ല അല്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക? ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയാ. കാരണം എന്താ? എനിക്ക് എന്തുണ്ട്? ഞാൻ ഇതെല്ലാം ആചരിക്കുന്ന ആളാണെന്ന് അതിൽ പ്രൈഡായിട്ട് നിൽക്കുക. നോക്കി, ഇതേ കാര്യമാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ യഹൂദന്മാർ പ്രൈഡായിട്ട് നിൽക്കുക. ഞങ്ങൾക്ക് എന്തുണ്ട്? ഞങ്ങൾക്ക് ന്യായപ്രമാണം ഉണ്ട്, ഞങ്ങൾ ന്യായപ്രമാണം കേൾക്കുകയും വായിക്കുകയും എല്ലാ ദിവസവും സിനഗോഗിൽ പോകുന്നവരും ഒക്കെ ആണെന്ന് പറയുക. പക്ഷെ പൗലോസ് പറയാം, ന്യായപ്രമാണം ഉണ്ടായിട്ടോ കേൾക്കുന്നതിലോ എന്തില്ല? കാര്യമില്ല. അതിനെ എന്ത് ചെയ്യണം? ആചരിക്കണമെന്ന് പറയുക. അപ്പോഴും നോക്കിയേ, നമ്മളെല്ലാം പ്രശ്നം എന്തെന്നറിയാമോ? നമ്മളെല്ലാം ഈ വാക്യങ്ങൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് അങ്ങ് ആശയങ്ങൾ എടുക്കാൻ തുടങ്ങും. പൗലോസ് ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോഴും പൗലോസ് പ്രോബ്ലം പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ വാക്യവും നമുക്ക് തരുന്ന ആഹ്വാനം എന്താണെന്നറിയാമോ? ഈ വാക്യവും തരുന്നത് നീ ന്യായപ്രമാണം അനുസരിച്ചിട്ട് മറ്റേ നീതി ഉണ്ടാക്കാമെന്നുള്ള ആശയമല്ല തരുന്നത്. ഇതെല്ലാം പറഞ്ഞു പൗലോസ് അവസാനം പോയിട്ട് പറയുക, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഇത് പൗലോസ് ഇവിടെ പറയുന്നത് എന്താണ്? ന്യായപ്രമാണം പ്രവർത്തിക്കുന്നവർ അത്രയും നീതിമാൻ. നമ്മുടെ ചില പാസ്റ്റർമാരൊക്കെ ഈ വാക്യം എടുത്തിട്ട് പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ വചനം കേട്ടാൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം? വചനം ചെയ്യണം. ഓഫ് കോഴ്സ് ചെയ്യണം. ചെയ്യണ്ടെന്നല്ല പറഞ്ഞത്, നമ്മളെ വിളിച്ചിരിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. ഇത് ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ തലം. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നീ നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല എന്നൊരു തലത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ എത്തപ്പെടും. അതിനർത്ഥം ഇത് ചെയ്യണ്ടെന്നല്ല. അതിനർത്ഥം ന്യായപ്രമാണം കേട്ട് ആചരിക്കേണ്ടെന്നല്ല ഈ പറയുന്നതിൻ്റെ ഒന്നും അർത്ഥം. പക്ഷെ എന്താണ്? നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാണ് പൗലോസ്? പറ്റത്തില്ല എന്നാണ് പൗലോസ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ പൗലോസ് പറയുക, ആചരിക്കുന്നവർ അത്ര എന്ത് ചെയ്യുന്നത്? നീതീകരിക്കപ്പെടുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ പൗലോസ് എന്ത് ചെയ്തു? പറയുകയാണ്, ഇത് ആചരിക്കാത്തവരെല്ലാവരും എന്താണ്? നീതി ഇല്ലാത്തവരാണെന്നും സുവിശേഷത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ നീതി ഉണ്ടല്ലോ, ആ നീതി നിനക്ക് വേണമെന്നുമാണ് എന്ത് ചെയ്യുന്നത്? പൗലോസ് പറഞ്ഞു വെക്കുന്നത്. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധി നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. അവിടെ നമുക്ക് നിർത്താം. നമുക്ക് 16 തൊട്ട് നമുക്ക് നാളെ പഠിക്കാം. അപ്പോൾ നോക്കി, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല അത് ചെയ്യണമെന്ന് പറയുന്നു. അപ്പം സ്വാഭാവികമായിട്ട് ഇവിടെ പറയുകയാണ്, പൗലോസ് പറയുക, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല അത് ആചരിക്കുന്നവരാണ് എന്ത് ചെയ്യേണ്ടത്? നീതീകരിക്കപ്പെടുന്നതെന്ന് പറയുക. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് നിങ്ങൾ ഇതിനെ ഒന്നും ആശയങ്ങളെ എടുക്കരുത്. ഇവിടെ നിങ്ങൾ കൺക്ലൂഷൻസ് ഉണ്ടാക്കരുത് ഈ വാക്യങ്ങളിൽ നിന്നിട്ട്. ശരിയാ, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ആചരിക്കുന്നവരാ, എന്നാ നമുക്കെല്ലാം പോയി ആചരിക്കാമെന്ന് പറഞ്ഞ് എണ്ണിട്ട് പോകരുത് കേട്ടിട്ട്. അപ്പൊ ഇനിയും കിടക്കുന്നേ ഉള്ളൂ. ഇനി ആശയങ്ങൾ പൗലോസ് പ്രസന്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇത് കൺക്ലൂഷൻ ആയിട്ടില്ല. അപ്പൊ പൗലോസ് പറഞ്ഞു, ന്യായപ്രമാണം ഉണ്ടായിട്ട് കാര്യമില്ല, എന്ത് ചെയ്യണം? ചെയ്യണം. അപ്പൊ അടുത്ത ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ എന്ത് പറയും? അപ്പൊ നമുക്കെന്തില്ല? ന്യായപ്രമാണം ഒന്നും ഇല്ല, അതുകൊണ്ട് നമുക്കെന്തില്ല? കുഴപ്പമില്ല. അപ്പൊ പൗലോസ് അവരോട് എന്ത് പറയുകയാണ്? ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണം ആകുക. അപ്പൊ നോക്കി, ഏബലിന്റെ നിയമം ഇല്ല. ഏബലിന് അറിയത്തില്ല ഹെൽമെറ്റ് വെച്ചാൽ ഏത് പീനൽ കോഡ് അനുസരിച്ചിട്ടാണ് ഏബലിനെ ശിക്ഷിക്കുന്നതെന്ന് ഏബലിന് എന്തില്ല? അറിയത്തില്ല. പക്ഷെ സ്റ്റിൽ
ഏബിൾ ബൈക്ക് എടുക്കുമ്പം എങ്ങാനും തല ഇടിച്ച് പൊട്ടണ്ടെന്ന് പറഞ്ഞ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഹെൽമെറ്റ് എടുത്ത് വെക്കുമ്പോൾ ന്യായപ്രമാണം ഇല്ലാഞ്ഞിട്ടും നിയമത്തിലുള്ളത് സ്വഭാവത്താൽ ഏബിൾ ചെയ്യുമ്പം ഏബലിന് തന്നെ ഒരു ന്യായപ്രമാണം അവിടെ എഴുതി വെക്കുക. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായില്ല. ഇപ്പൊ ഇവിടെ ആരോടാ പറഞ്ഞത്? യഹൂദന്മാരോട് പറയുക, നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? ന്യായപ്രമാണം ഉണ്ടായിരുന്നു. പക്ഷെ ന്യായപ്രമാണം കൊണ്ട് നടക്കുന്നത് കാര്യമില്ല. ന്യായപ്രമാണം അതേപോലെ ആചരിച്ചാലേ എന്തുള്ളൂ? നിങ്ങൾക്ക് നീതി ഉള്ളൂ എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഈ പറയുമ്പോൾ സഭയ്ക്കകത്ത് ആരുണ്ട്? യഹൂദന്മാരും ഉണ്ട്, യഹൂദന്മാരല്ലാത്തവരും ഉണ്ട്. അപ്പൊ അവര് പറയുക, ശരിയാ, അതാണ് കാര്യം. പക്ഷെ ഞങ്ങൾക്ക് ന്യായപ്രമാണം ഇല്ലല്ലോ. ന്യായപ്രമാണം കൊടുത്തത് യഹൂദനല്ലേ, ഞങ്ങൾക്കതില്ലല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ആ പ്രശ്നം വരത്തില്ലല്ലോ എന്ന് പറയും. അതിന് പൗലോസ് പറയുക, ശരിയാ, നിങ്ങൾക്ക് എന്തില്ലായിരുന്നു? ന്യായപ്രമാണം നിങ്ങൾക്കില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൽ ന്യായപ്രമാണത്തിലുള്ളത് ചെയ്യുമ്പം നിങ്ങൾക്ക് തന്നെ എന്തായി മാറുക? ന്യായപ്രമാണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിട്ടുണ്ട്? കൊല ചെയ്യരുതെന്ന് ന്യായപ്രമാണത്തിൽ. അപ്പോൾ ഒരു യഹൂദൻ എന്തുണ്ട്? ന്യായപ്രമാണമുണ്ട്. അവൻ ഈ ന്യായപ്രമാണം വായിക്കുമ്പോൾ അവനറിയാം കൊല ചെയ്യരുത് എന്നറിയാം. പക്ഷെ ന്യായപ്രമാണം ഇല്ലാത്ത ഏത് കാട്ടുജാതിയെ പോയി എടുത്താലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത് തെറ്റാണെന്നുള്ള ഒരു അവൻ്റെ സുബോധത്തിലൊരു ബോധമുണ്ടല്ലോ, അല്ലേ? അതുകൊണ്ടല്ലേ അവർ പിറ്റേ ദിവസം രാവിലെ കാണുന്നവരെല്ലാം കൊന്നു പോകത്തെ? എന്താ ന്യായപ്രമാണം ഇല്ലാത്തത്? അവർക്കറിയാം കൊല്ലുന്നത് എന്താണ് തെറ്റാണ്. അത് ചെയ്യാതിരിക്കുമ്പം അവരാ ചെയ്യാതിരിക്കുന്ന പ്രവൃത്തി തന്നെ അവർക്ക് എന്തായി മാറുക? ഒരു പ്രമാണമായി മാറുക. ആ സിമ്പിൾ ആസ് ദാറ്റ്. മനസ്സിലായോ? അപ്പോൾ പൗലോസ് പറയുക, യഹൂദന് ന്യായപ്രമാണം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ന്യായപ്രമാണം ഇല്ലായിരുന്നു. പക്ഷേ നിങ്ങൾ ന്യായപ്രമാണത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അതില്ലാഞ്ഞിട്ടും ചെയ്തില്ലേ? അപ്പൊ നിങ്ങൾക്ക് തന്നെ എന്താണ്? ഒരു ന്യായപ്രമാണമായി മാറി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ന്യായപ്രമാണം ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടുപേരും ഈക്വലി റെസ്പോൺസിബിൾ ആണെന്നാണ് പൗലോസ് പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം പൗലോസ് പറഞ്ഞു വരുന്നത് എന്തിനാ? ആദ്യം പറഞ്ഞു എന്ത്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള, അതാ നോക്കി പൗലോസ് കണക്ട് ചെയ്ത് വന്നേ കണ്ടോ? പ്രവാചകന്മാരും തിരുവെഴുത്തുകളും മുമ്പ് കൂട്ടി പറഞ്ഞ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം. ആ സുവിശേഷത്തിൽ എന്തുണ്ട്? ദൈവത്തിന്റെ നീതിയുണ്ട്. ആ നീതി എന്ത് വേണം? നിങ്ങൾക്ക് വേണം. അപ്പൊ ആൾക്കാർ ചോദിക്കും, എനിക്ക് എന്തിനാ ആ നീതി? ആ നീതി എന്തിനു വേണമെന്നാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. എത്ര ആശയങ്ങളെയാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പൊ പൗലോസ് ഒരു കൂട്ടരെ പറ്റി പറയുമ്പോൾ അവർ പറയും, അത് അവനെയല്ലേ പറയുന്നത്. അപ്പൊ അവർ പറയും, അവനെയല്ല, നിനക്കും ഉണ്ട്. ഇങ്ങനെ മാറി പറഞ്ഞ് പൗലോസ് വരിക. അപ്പൊ നോക്കിയ പൗലോസ് ഇവിടെ പറഞ്ഞ എന്താ പറഞ്ഞേ? ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അത് ക്ലിയർ ആയല്ലോ. അടുത്ത വാക്യം എന്താ പറയുന്നത്? അവരുടെ മനസാക്ഷി കൂടി സാക്ഷ്യം പറഞ്ഞു അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. അപ്പൊ നോക്കിയേ, നമുക്ക് ഇന്ന് അവിടെ കൊണ്ട് നിർത്താം. അപ്പൊ നോക്കിയേ, പൗലോസ് പറയുക, അവരുടെ മനസാക്ഷി തമ്മിൽ എന്ത് ചെയ്യുക? വാദിച്ചിട്ടുണ്ടെന്ന് പലപ്പോഴും, അല്ലേ? ഇപ്പം ഒരാൾ പറയുക, ഞാൻ മുമ്പേ പറഞ്ഞില്ല, ചിലർ പറയത്തില്ല, ഞാൻ മനസാക്ഷിക്ക് വിരോധമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതെന്താ ചെയ്യാത്തത്? എന്താ? അവർക്ക് ന്യായപ്രമാണം ഉണ്ടായിട്ടല്ല അത് ചെയ്യുക. ഒരു പ്രമാണം എഴുതി കൈ കൊടുത്തിട്ടല്ല അവർ ഈ പറയുന്നത് എൻ്റെ മനസാക്ഷിക്ക് വിരോധമായിട്ടൊന്നും ചെയ്യാന്ന് പറഞ്ഞത്. അവരുടെ ഉള്ളിലെ ബോധമുണ്ടല്ലോ, ആ ബോധം തന്നെ അവർക്കൊരു നിയമം പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യനെ ദൈവം ഉണ്ടാക്കുമ്പോൾ ഈ എല്ലാ ന്യായപ്രമാണത്തിലുള്ള ബോധങ്ങളും അവൻ്റെ ഉള്ളിലാണ് ദൈവം എന്ത് ചെയ്യുന്നത്? എഴുതി കൊടുത്തത്. ഹൃദയത്തിലാണ് എഴുതിയത്. ഇപ്പം ന്യായപ്രമാണം യഹൂദന് എഴുതി കൊടുത്തത് ഏത് കാലത്താണ്? മോശയുടെ കാലത്താണ്, അല്ലേ? അതിനും ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് മേ ബി 6000 എന്ന് പറയുമ്പോൾ മോശ ഒരു 1500 അല്ല, ഏതാണ്ട് 4000 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശമാണ്, കൃത്യ കണക്കൊന്നും അല്ലേ, ഏതാണ്ട് ഒരു 4000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഒരാളെ കൊന്നു. കയീൻ ഹാബേലിനെ കൊന്നു. എന്നിട്ട് ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു? ഓടിപ്പോയി. അവൻ എങ്ങനെ അറിഞ്ഞു തെറ്റാണെന്ന്? മോശയുടെ ന്യായപ്രമാണം അത് കഴിഞ്ഞ് 4000 വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുന്നത്. കൊല ചെയ്യരുതെന്ന് ദൈവം മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതി കൊടുത്തത് ഇത് സംഭവിച്ചിട്ട് 4000 വർഷം കഴിഞ്ഞിട്ടാ. 4000 വർഷം മുമ്പ് ന്യായപ്രമാണം ഉണ്ടായിട്ടാണ് അവൻ ചെയ്ത തെറ്റാണെന്ന് അവന് മനസ്സിലായത്. എങ്ങനെ മനസ്സിലായി? ഹൃദയത്തിലാണ് ദൈവം എന്ത് ചെയ്തിരുന്നത്? എഴുതിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് പൗലോസ് പറഞ്ഞു വരുന്നത്, പ്രമാണമുള്ളതൊക്കെ നല്ല കാര്യം, അതുകൊണ്ട് ഒന്നുമില്ല. ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നീ കൂടുതൽ വിധിക്കപ്പെടും. പ്രമാണം ഉള്ളത് കൊണ്ട് ആകെയുള്ളൊരു പ്രശ്നം, നിന്നെ കൂടുതൽ എന്ത് ചെയ്യും? വിധിക്കും. നിനക്ക് പ്രതിവാദം പറയാൻ ഒരു സംഭവം ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റേവനൊന്നും ഇല്ലെങ്കിൽ പറയാം, കാര്യമില്ല, പക്ഷെ പറയാനുള്ള സ്കോപ്പെങ്കിലും ഉണ്ട്.
അതാണ് പൗലോസ് ഇതുവരെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുക, ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തെങ്കിൽ നിന്നെ എന്ത് ചെയ്യും? ന്യായപ്രമാണം കൊണ്ട് വിധിക്കും. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്താൽ നിന്നെയും വിധിക്കും. കാരണം എന്താ? ന്യായപ്രമാണത്തിൽ നിന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടും അതിൽ എഴുതിയതൊക്കെ നീ എന്ത് ചെയ്തു? നീ ആചരിക്കുകയൊക്കെ ചെയ്തപ്പോൾ നീ നിനക്ക് തന്നെ ഒരു ന്യായപ്രമാണമായി മാറി. നിന്റെ മനസാക്ഷി എന്ത് ചെയ്തു? അതിന് സാക്ഷ്യം പറയും. അപ്പോൾ ലാസ്റ്റ് പ്രാവശ്യം ഒരു ന്യായസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ഒരുത്തം പറയുക, എൻ്റെ കർത്താവ് എനിക്ക് ന്യായപ്രമാണമൊന്നും ഇല്ലായിരുന്നു പറയുമ്പോൾ എൻ്റെ മനസാക്ഷി എന്ത് ചെയ്യും? അവിടെ സാക്ഷ്യം പറയും. കാരണം പല മനസാക്ഷി പറയും, ഞാൻ പലതവണ ഇവനോട് പറഞ്ഞതാ നീ അത് ചെയ്യരുത്, നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പല പ്രാവശ്യം ഞാൻ ഇവനെ ഓർപ്പിച്ചതാണെന്ന് മനസാക്ഷി എന്ത് ചെയ്യും? സാക്ഷ്യം പറയും. അപ്പോൾ അതുകൊണ്ട് പ്രതിവാദം പറയാൻ എന്തില്ല, ആർക്കും പറ്റത്തില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതുവരെയും പൗലോസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? നീയും ഭാവി, ഞാനും ഭാവി, എല്ലാവരും ഭാവി. ഒരു പ്രസംഗത്തിലുണ്ട്, മരിച്ചുപോയ എന്ന് പറയും, ഈ സ്വർഗത്തിൽ ചെല്ലുമ്പം ദൈവത്തിന്റെ നീതിയുള്ള സിംഹാസനത്തിൽ നിൽക്കുമ്പോഴേ ഇതെല്ലാം ഈ ചെയ്തതെല്ലാം കൂടെ കാണുമ്പം ഈ നരകത്തിൽ തള്ളിയിടേണ്ട കാര്യമൊന്നുമില്ല, തന്നെ അത് ഭയങ്കര ക്രിസ്തുവിന്റെ നീതി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ നീതിയുടെ മറവിലല്ലാതെ ദൈവത്തിനെ പറ്റി ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. അത്രയ്ക്ക് നീതിമാനായ ദൈവത്തെ പറ്റി എങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും? അതിന് നമ്മളെ നോക്കി ചിന്തിക്കാൻ യോഗ്യതയില്ലായിരുന്ന നമ്മളെ സ്വന്തം മക്കളാക്കുക എന്നൊക്കെ പറഞ്ഞ തമാശയുള്ള കാര്യമാണ്. അപ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു വരിക, ഇപ്പം ഇത്രയൊക്കെ പഠിക്കുമ്പോൾ നോക്കി നമ്മളങ്ങ് തകരുകയല്ലേ, നമ്മളില്ലാതാവുകയല്ലേ, നമ്മൾ തന്നെ അങ്ങ് മരിക്കുകയല്ലേ. അപ്പം പൗലോസ് ഇത് പറഞ്ഞൊരു പീക്കിലെത്തിക്കും. എന്ത്? നമ്മൾ മരണയോഗ്യരാണെന്നും നമുക്കിതിനൊരു സൊല്യൂഷൻ വേണമെന്നുള്ളൊരു പീക്കിൽ എത്തിച്ചിട്ട് പൗലോസ് എന്ത് ചെയ്യുകയാണ്? പൗലോസ് പറയുക, ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്ത്? യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ എന്തുണ്ട്? നീതിയുണ്ട്. ആ നീതി എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് പൗലോസ് പ്രസന്റ് ചെയ്യും. അതവിടാകുമ്പോൾ 3-ാം അധ്യായം നമ്മൾ തീരും. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് മുന്നോട്ട് പോകും. ഇതുവരെ എല്ലാം ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ? ഞാൻ പണ്ട് പോലീസുകാരൻ കുറ്റം ചെയ്തത് ഒരു കോമണർ കുറ്റം ചെയ്തത് തമ്മിലുള്ള വ്യത്യാസം വരാം. പോലീസുകാരനാണ് ലോ എൻഫോഴ്സ് ചെയ്യുന്നതിനാ, മറ്റവന് അത്ര അറിയത്തില്ല, എല്ലാവരും IPCയുടെ എല്ലാം അറിയാൻ പറ്റും. മറ്റവൻ ചെയ്ത് കഴിഞ്ഞ് പണിഷ്മെന്റ് കൂടുതലാണ്. ഞാൻ പണ്ട് ഇത് വായിച്ചപ്പോഴേ ഇവിടെ 4 ടൈപ്പ് ന്യായവിധിയെ പറ്റി ഒരു സൂചന. അതെങ്ങനെ കാണാം. ആ 11 ന്യായപ്രമാണം ഇല്ലാതുള്ള ഒരു ന്യായവിധി, ന്യായപ്രമാണത്തിലുള്ള ഒരു ന്യായവിധി, മനസാക്ഷിയിലുള്ള ന്യായവിധി. നിജു അത് വായിച്ചില്ല. 16-ാമത്തെ വാക്യം, ദൈവം ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ തന്റെ സുവിശേഷ പ്രകാരം ന്യായവിധി. സുവിശേഷത്താലുള്ള ന്യായവിധി. ഒരു 4 ന്യായവിധി. 16-ാം വാക്യം കൂടെ പറഞ്ഞു നിർത്തണമായിരുന്നു. ഞാൻ 15 നിർത്തി. എന്റെ സുവിശേഷത്താൽ ഉള്ള ഇതുണ്ട്. നമ്മൾ അടുത്ത ആഴ്ച നോക്കാം. ചിന്തിക്കുകയാണ്, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ലൈക്ക് ഈ പറഞ്ഞതിന്റെ കൂട്ടം എല്ലാവർക്കും ആ റെവലേഷൻ ഉണ്ട്, ഒരു ജനറൽ റെവലേഷൻ. പിന്നെ ന്യായപ്രമാണം കിട്ടി, ഗ്രൂപ്പിന് കിട്ടി. പിന്നെ നമുക്കൊരു സ്പെസിഫിക് റെവലേഷൻ ജീസസ് കേം ഡൗൺ ഇൻ ദ ഫ്ലഷ്. ഇത്രയുമായിട്ട് ഇപ്പൊ നമുക്ക് ഒരു ഹോളി സ്പിരിറ്റ് ഉണ്ട്, ഒരു ഹെൽപ്പർ ആയിട്ട്, ഗൈഡ് ആയിട്ട് കിട്ടി. ടൈം ആൻഡ് ടൈം അഗൈൻ ദൈവം ആ ഒരു റെവലേഷൻ ഭയങ്കര ഫോക്കസ് ചെയ്ത് നമ്മുടെ മെയിനിലോട്ട് ആക്ച്വലി നമുക്കൊരു ഹെൽപ്പർ വരെ തന്നു വെക്കും. ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ദൈവം ജഡ്ജ് ചെയ്യുമ്പോൾ അവരൊക്കെ എനിക്ക് മച്ച് ലിബറൽ ആയിരിക്കും നമ്മളൊക്കെ ജഡ്ജ് ചെയ്യുന്നത്. ആ ഒരു സ്പെസിഫിക് റെവലേഷന്റെ അടിയില്ല നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് യഹൂദനാണ് ഏറ്റവും അടി കിട്ടിയിട്ടുള്ളത് ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ ചരിത്രം നോക്കിയാലും അങ്ങനെ തന്നെയാണല്ലോ. അവരുടെ തെരഞ്ഞെടുപ്പിന് അത്രയും റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. അവർ പലപ്പോഴും ഇന്നും. പക്ഷെ അതിനെല്ലാം ദൈവത്തിന്റെ പ്ലാൻ ഉണ്ട് കേട്ടോ. അതിനെല്ലാം അവരെ അങ്ങനെ കളഞ്ഞിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് തിയോളജി നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അടപടരം നമ്മളെടുത്ത് തൂട്ടിക്കളയും. അങ്ങനെയൊന്നും ആരും പറയരുത് കേട്ടോ. യഹൂദനെ ദൈവം കൈവിട്ടു, നമ്മളാണ് പുതിയ ദൈവം ഇസ്രായേൽ. അതെ. ഇസ്രായേൽ എങ്ങും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. അവരെ പറ്റി ദൈവത്തിന് വ്യക്തമായ പ്ലാനും ഉണ്ട്. വെളിപ്പാട് ദിവസം പഠിക്കുമ്പോൾ അതൊക്കെ എണ്ണം പറഞ്ഞത് ദാനിയേലിന്റെ 70th വീക്കിലെ 69th വീക്കിലൊക്കെ പിന്നെ സങ്കേത നഗരം. അതല്ല, സങ്കേത നഗരം ഒന്നുമല്ല. അതിനകത്ത് ഒരു ദൈവം പറഞ്ഞു, ആകാശത്തുള്ള ആൾക്ക് ഭൂമിയിലുള്ള യാതൊന്നും പ്രതിമയെ ഉണ്ടാക്കുക നമസ്കരിക്കുക ചെയ്യുന്നു. അതേ ദൈവം പറയുകയാണ് സർപ്പത്തെ ഉണ്ടാക്കി അതേ നോക്കാൻ. അത് യേശുക്രിസ്തുവിനെ നോക്കുന്നതാ. അപ്പം ചിലത് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, ദൈവം തന്നെ പറഞ്ഞാണ് ഇത് പറ്റത്തില്ലല്ലോ.
അഗ്നിസർപ്പം. അഗ്നിസർപ്പം. അപ്പം ദൈവം തന്നെ പറഞ്ഞു ഉണ്ടാക്കി അതിനെ നോക്കാം. അപ്പം ഉണ്ടാക്കൽ എന്ന് പറഞ്ഞ ദൈവം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അതായത് സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞു എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇതിനെപ്പറ്റി പറയപ്പെടുന്നതെന്ന് പറഞ്ഞാല് ഈ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഫുള്ളി എന്താണെന്ന് മനസ്സിലാക്കാൻ പാടുള്ള ചില ഗ്രേ ഏരിയാസ് ഉണ്ട്. ഇതിനെപ്പറ്റിയിട്ട് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, യേശുക്രിസ്തു ആദ്യത്തെ ആദാം വീണു. അപ്പൊ ആദ്യത്തെ ആദാം മനുഷ്യൻ വീണപ്പം വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് യേശുക്രിസ്തു അവസാനത്തെ ആദാം, അതായത് മനുഷ്യനായിട്ട് തന്നെ എന്ത് ചെയ്യണമായിരുന്നു? വരണമായിരുന്നു. അവതരിക്കുക എന്നുള്ള പദം കുറച്ചുകൂടെ ബിബ്ലിക്കലി കറക്റ്റ് അല്ല. നമ്മൾ ഈ ഇൻകാർണേഷനെക്കാട്ടിലും കുറച്ചുകൂടെ ബിബ്ലിക്കലി ആപ്റ്റ് ആയിട്ടുള്ള വാക്ക് മാനിഫെസ്റ്റഡ് എന്നാണ്. മനസ്സിലായോ? നോട്ട് ഇൻകാർണേറ്റഡ് ഇൻ ഫ്ലഷ് ബട്ട് ഇൻസ്റ്റഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് എന്നുള്ളതാണ്. അതിനെ ബിബ്ലിക്കലി കുറച്ചുകൂടെ അതാണ്. മറ്റേ പാട്ടില്ല, ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു തുറം കഥയോ എന്നുള്ളതിന് ഈ കാലാകാലങ്ങളായിട്ട് നടക്കുന്ന ഒരു തർക്കം. എനിവേ, അപ്പൊ നോക്കിയേ, മനുഷ്യൻ വീണപ്പം ആ മനുഷ്യനെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് ദൈവം മനുഷ്യനായിട്ട് വരണമായിരുന്നു. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ നീതി എന്ത് ചെയ്യുന്നില്ല. ഇപ്പൊ ദൈവമായിട്ട് നിന്നത് ചെയ്തായിരുന്നെങ്കിൽ മനുഷ്യൻ തെറ്റ് ചെയ്തതിന് ദൈവം ചെയ്തതിനകത്ത് എന്താ നീതി എന്നൊരു ചോദ്യം വരും. മനുഷ്യൻ ചെയ്തതിന് ഒരു മനുഷ്യനായി തന്നെ ദൈവം വന്ന് വീണ്ടെടുപ്പ് ഉണ്ടാക്കി. അപ്പം അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അഗ്നി സർപ്പം കൊത്തിയാണ് എന്ത് ചെയ്യുന്നത്? ഇവർ മരിക്കുന്നത്. അപ്പൊ അഗ്നി സർപ്പത്തെ തന്നെ ഉയർത്തി, അതായത് മനുഷ്യന്റെ പാപം, ആദാമിന്റെ പാപം ദൈവം മനുഷ്യനായി വന്ന് പരിഹരിക്കപ്പെടും എന്നുള്ളതിന്റെ ഒരു ടൈപ്പ് ആയിരുന്നു അവിടെ. അഗ്നിസർപ്പം കുത്തി ഉണ്ടാകുന്ന പ്രശ്നം, ഒരു അഗ്നിസർപ്പം ഉയർത്തപ്പെടുമ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ വിടുതൽ കിട്ടും. അതെ, അക്സെപ്റ്റബിൾ ആയിട്ട്, ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യാഖ്യാനം ഇതാണ്. ഇതിന് ബിയോണ്ട് ആയിട്ട് ആ സാധനം ഒരു ഇച്ചിരി ഗ്രേ ഏരിയ ആണ് കേട്ടോ. അത് അത്ര ശരിക്കും ഒരു ആൻസർ ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ട് ഇങ്ങനെ പറയാനേ പറ്റും. ഇതാണ് ഞാൻ ഇതുവരെ കണ്ടതിൽ, ഞാൻ കേട്ടതിലും പഠിച്ചതിലും ഇല്ല. അതിൻ്റെ അകത്ത് അതിൽ കൂടുതൽ നമുക്ക് അതിൽ നിന്ന് ഒരു തലവും മനസ്സിലാക്കാനില്ല. അതെ, ദൈവം. അത് പിന്നീട് അതൊരു ട്രഡീഷൻ ആയി. മുമ്പേ നിജു പറഞ്ഞതുപോലെ അതിനെ പിന്നെ ഹെസ്കിയ രാജാവാണ് നെഹുഷ്ടാൻ എന്ന് പറയുന്ന ഒരു ദേവനായിട്ട് അതിനെ അതെങ്ങനോ ഈ വിശുദ്ധ സ്ഥലത്ത് വന്നു. അതിന് എസ്കിയാവിന്റെ കാലത്ത് ധൂപം കാട്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ഈ നെഹുഷ്ടാൻ എന്ന് പറയുന്ന സംഭവത്തിന് വന്നപ്പോൾ എസ്കിയ രാജാവ് അതിനെ എടുത്ത് ഈ ട്രഡീഷനെ ചെയ്യേണ്ടത് തല്ലി പൊട്ടിച്ച് കിതിരം തൊട്ടിക്കൊണ്ട് പല കാര്യങ്ങളും ഈ സെയിം അഗ്നിസർപ്പത്തെ അന്ന് വെച്ചതിന്റെ അതാ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഈ കവനന്റുകളെ പറ്റി പഠിച്ചില്ലേ? ഒരു കവനന്റിൽ ദൈവം കൊടുത്ത ഒരു സാധനം, ഒരു റെമഡിയാണ്. അതെ, അത് നമ്മൾ എല്ലാ കാലത്തും കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് കൊണ്ടു നടക്കാനുള്ളത് ന്യൂ കവനന്റിൽ ദൈവം തന്നിട്ടുണ്ട്. അത് ആചരിക്കുക, അത് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന നമ്മുടെ ട്രഡീഷണൽ ക്രിസ്ത്യൻസ് അല്ലാത്തവരെല്ലാം ചെയ്യുന്നത് ഈ പരിപാടി വീണ്ടും പരിപാടി അതിനെ നെഹുഷ്ടാനാക്കാൻ നമ്മൾ അനുവദിക്കുന്നു. അതായി പ്രോബ്ലം. അതിനെ ഒരു ദേവനാക്കാൻ, അതിന് ധൂപം കാട്ടാനായിട്ട്. അതെ, എനിത്തിങ് ക്യാൻ ബി എ നെഹുഷ്ടാൻ ഇൻ ദി ഫ്യൂച്ചർ. പിന്നെ നമ്മൾ മനസ്സിലാക്കണ്ടേ, പഴയ നിയമ കാലഘട്ടത്തിൽ ഇതേപോലെ അവർക്ക് കൊടുത്തത് പലതും അവർക്ക് ഇപ്പൊ ന്യായപ്രമാണം തന്നെ കൊടുത്തതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ന്യായപ്രമാണം കൊടുത്തതിന്റെ ഉദ്ദേശം തന്നെ എൻ്റയർ വേൾഡിനോടും പ്രൂവ് ചെയ്യുക. ഇപ്പം ദൈവസന്നിധി ചെല്ലുമ്പം ന്യായം വിധിക്കുമ്പം ഏവൻ ഇപ്പൊ ചോദിക്കുക, രണ്ടുപേർക്കും പ്രതിവാദം പറയാനില്ല, പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുക, ദൈവമേ അങ്ങ് എന്തൊരു നീതിമാനാ, എന്നോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എന്താണ്, എന്നോട് നന്നായിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞ് അങ്ങ് പഠിപ്പിച്ചായിരുന്നെങ്കിൽ ഞാൻ എന്ത് നന്നായിട്ട് ജീവിച്ചേനെന്നൊരു മനുഷ്യന് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. അപ്പം പറയും, വേണ്ട ഞാൻ എത്ര വർഷങ്ങൾ, അതാണ്ട് 1500 വർഷങ്ങൾ ഏറ്റവും ബുദ്ധിയുള്ള, ഏറ്റവും സാമർഥ്യമുള്ള ഒരു ജനതയെ തെരഞ്ഞെടുത്തിട്ട് കൊടുത്തു. അവര് ഫെയിലായി. ഇനി നീ എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല എന്ന് പ്രൂവ്ഡായി. മിനിമം ഈ ഹാബേലിന്റെ കൊലപാതകത്തോട് കൂടിയെങ്കിലും കൊലപാതകം തെറ്റാണ് നടന്നിരിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് അപ്പൊ അതുപോലുള്ള മറ്റു കാര്യങ്ങൾ നടന്നു. എല്ലാം ഈ ഹാബേല് പോലും ചെയ്തിട്ട് ഹാബേൽ ഓടുക, കൈൻ ഓടുക. അപ്പൊ എന്തുകൊണ്ടാണ് ദൈവത്തിന് കൊടുക്കണമെന്നുള്ളതും അവിടെ തന്നെ കാണുന്നുണ്ട്. അതെ, ഇതെല്ലാം എവിടെ ഉണ്ടായിരുന്നു? ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ബിക്കോസ് ഹൃദയത്തിലായിരുന്നു ദൈവം എഴുതി വെച്ചത്. പിന്നെ ആ സെയിം സാധനത്തെ ദൈവം ഒരു കല്ലിൽ എഴുതി കൊടുത്തതേ ഉള്ളൂ.